അനുഗ്രഹീതമായ സദസ്സ് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നേതാക്കൾ, ഇവിടെ ഒത്തുകൂടിയ ബഹുമാന്യരായ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളോടൊത്ത് അല്പസമയം പങ്കുവെക്കാൻ പടച്ച റബ്ബ് എനിക്ക് തൗഫീക്ക് നൽകി. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹാരഥന്മാരായ നേതാക്കളെയും അതിന്റെ നിലപാടുകളെയും ചെറുതായി ഒന്ന് വിശദീകരിക്കുക എന്ന കടമയാണ് എന്റെ മുമ്പിലുള്ളത്. ഞാൻ മധ്യത്തിലാണ്, എന്റെ മുമ്പിലും പിമ്പിലുമുള്ളത് അനുഭവങ്ങൾ കൂടല്ല. അൻസാർ മാഷ് വന്നു, ഇനി അതിനേക്കാൾ കൂടുതൽ അനുഭവമുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് രാമന്തളി വരാനിരിക്കുന്നു. രണ്ടിന്റെയും മധ്യത്തിലാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത്. നമ്മുടെ വലത്തും ഇടത്തും ഇപ്പോ കടന്നു വന്ന ആളുകൾ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ സൂചിപ്പിച്ചതുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ കേന്ദ്രീകരിക്കുകയാണ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് പശ്ചാത്തലത്തിലാണ് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കെട്ടായി ഒരേ നിലപാടിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. മഖ്ദൂമിങ്ങൾ ഇവിടെ കടന്നു വന്ന് ദീൻ പ്രചരിപ്പിച്ച് പരിശുദ്ധ ദീൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ വളർച്ച, നമ്മുടെ ഉയർച്ച എല്ലാം ഉണ്ടായിട്ടുള്ളത് ആലിമീങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ്. പള്ളിയും പള്ളി ദർസും അതിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. മഹാന്മാരായ ഉലമാഇന്റെ ഒരു പാരമ്പര്യമാണല്ലോ നമ്മളെ ഇവിടെ എത്തിച്ചത്. മഹാന്മാരായ മഖ്ദൂമീങ്ങൾ പള്ളി ദർസ് സ്ഥാപിച്ചു. ആ പള്ളി ദർസിൽ ജനങ്ങൾ പഠിച്ചു. ആ പള്ളി ദർസിൽ നിന്ന് പണ്ഡിതന്മാർ, ഈ സദസ്സിൽ തന്നെ നോക്കിയാൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഇൽമുമായി ബന്ധമുള്ള ആളുകളുണ്ട്. ഈ ബന്ധമാണ് ശരിക്ക് ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മുന്നിലെത്തിച്ചത്. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനിന്റെ പ്രയോഗവൽക്കരണത്തിന്, പരിശുദ്ധത്തിന്റെ പ്രചരണത്തിന് 3 സംഗതികൾ ആവശ്യമാണ്. 3 കൂട്ടർ സഹകരിക്കൽ അനിവാര്യമാണ്. മൻ ഇൻദഹു മാലുൻ ഫൽയതസദ്ദഖ ബിമാലിഹി വമൻ ഇൻദഹു ഇൽമുൻ ഫൽയതസദ്ദഖ ബിഇൽമിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫൽയതസദ്ദഖ ബിഖുവ്വതിഹി. ഇൽമുള്ളവൻ അവന്റെ ഇൽമും, പണമുള്ളവൻ അവന്റെ പണവും, കഴിവുള്ളവൻ അവന്റെ കഴിവും. ഇത് 3ഉം ദീനിന് വേണ്ടി വികസം എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഒരൊറ്റ ഹദീസിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇൽമുള്ളവന്റെ ഇൽമു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാര് മുമ്പിൽ നിൽക്കണം. അതുപോലെ തന്നെ കഴിവുള്ളവന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പിന്തുണക്കണം. അതുപോലെ തന്നെ ധനമുള്ളവന്റെ ധനം എന്ന് പറഞ്ഞാൽ ഉമറാക്കൾ മുന്നിൽ നിൽക്കണം. ആലിമീങ്ങൾ നയിക്കുക, ഉമറാക്കൾ നടപ്പാക്കുക, സാധാരണക്കാർ ഏറ്റെടുക്കുക. ആലിമ് പറയാ, അത് പ്രാവർത്തികമാക്കാൻ നാട്ടിലെ കാരണവന്മാരായ പണവും സ്വാധീനവുമുള്ള ആൾക്കാർ മുന്നോട്ട് വരിക, എന്നിട്ടത് സാധാരണക്കാർ ഏറ്റുപിടിക്കുക. അപ്പോഴാണ് ദീനുണ്ടാവുക. ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ പള്ളി ദർസുകളൊക്കെ വന്നത്, പള്ളികൾ വന്നത്, മദ്രസകൾ വന്നത്. ആ ഒരു പുരോഗതി ഉമ്മത്തിന് ഉണ്ടാക്കി കൊടുത്തത് ഈ ദീൻ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ച മഹാന്മാരാണ്. 3.5 കോടി മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കില്ലാത്ത പുരോഗതി 78 ലക്ഷം മുസ്ലിങ്ങളുടെ കേരളത്തിലുണ്ടായത് അതുകൊണ്ടാണ്. അതാണ് താരീഖിന്റെ കിതാബിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ചരിത്രത്തിൽ കാണാൻ പള്ളി ദർസ് ഒരു പ്രധാന സംഗതിയാണ്. ആധുനിക കവികൾ പോലും അത് പറഞ്ഞു. പള്ളി ദർസിൽ നിന്നാണ് ദീനിന്റെ വളർച്ച. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അടിത്തറ കിടക്കുന്നത് പള്ളി ദർസിലാണ്. മിൻഹു തഖദ്ദുമു പള്ളി ദർസ് കൊണ്ടാണ് ഉമ്മത്തിന് പുരോഗതി ഉണ്ടായത്. വന്നമാ വളർച്ചയും വതമാമുൻ പരിപൂർണതയും. എവിടുന്ന ഈ പരിപൂർണമായ സംസ്കാരം നമുക്ക് കിട്ടിയത്? അങ്ങകലെ പരിശുദ്ധ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സുഫത്തിന്റെ അഹ്ലുകാരാകുന്ന ആദ്യത്തെ മുതഅല്ലിമീങ്ങൾ. ആ സംസ്കാരത്തിന്റെ ഇത്തിബാ ആണ് നമ്മടി കാണിക്കുന്നത്.
വതിബാഉ മഖ്ദൂമീനഹും അഅ്ലാമു. മഖ്ദൂമീങ്ങളാകുന്ന പണ്ഡിതന്മാർ ഇതേ പാതയാണ് പിൻപറ്റിയത്. ആ പാത നമ്മളും പിൻപറ്റിയപ്പോൾ നമുക്ക് നേട്ടമുണ്ടായി. പള്ളി ദർസ് ഇൽമ് ഇതാണ് കേരളത്തെ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് ഭിന്നമാക്കിയത്. നമ്മൾ രാഷ്ട്രീയമായി ഒരുമിച്ച് നിന്നതും നമ്മൾ വിദ്യാഭ്യാസപരമായി പുരോഗമിച്ചതും ഒക്കെ ഈ ദീനുള്ളതുകൊണ്ടാണ്. മതപരമായ ബോധമാണ് നമ്മളെ മതപരമായി സംഘടിക്കാനും പ്രവർത്തിക്കാനും മതത്തിന് പ്രാമുഖ്യം കൊടുക്കാനും ഏറ്റവും ഉപകാരമുള്ള ഒന്നാക്കിയത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചൊരു നിര പണ്ഡിതന്മാർ മരിച്ചുപോയി. പടച്ചറബ് അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ പണ്ഡിതന്മാരെ സ്നേഹിച്ചൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. പള്ളി ദർസിലേക്ക് കുട്ടികൾക്ക് സ്വന്തം കുട്ടിക്ക് കഞ്ഞി കൊടുത്തിട്ട് ചോറ് ഊറ്റി ബാക്കി പണ്ഡിതനെ സൽക്കരിച്ച ആൾക്കാരുണ്ട് ഇവിടെ. കാരണവന്മാർ ഈ സദസ്സിലുണ്ടാവും. അങ്ങനത്തെ ഉമ്മമാർ വന്നിട്ടുണ്ടാവും. സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം പണ്ഡിതന്മാർക്ക് നീക്കി വെച്ചു കൊടുത്ത ആൾക്കാർ. ആ ഒരു സ്നേഹം പണ്ഡിതന്മാരോട് കാണിച്ചത് ഇവർ ഈ ഉമ്മത്തിന് ഒരു അസറ്റാണ്, ഈ ഉമ്മത്തിന് ഒരു ഗുണമായ സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ ഉമ്മമാർ പോലും ഇന്ന് പണ്ഡിതന്മാരെ സംശയത്തോടെ കാണുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായത്? ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിച്ചല്ലോ. 1925 എന്തിനാ സമത്വം വന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയേണ്ടതില്ല. ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി ആലിമീങ്ങൾ അനുസരിച്ചുകൊണ്ട് മഖ്ദൂമിന്റെ കാലഘട്ടം മുതൽ 2 മഖ്ദൂമമാർ ദീൻ പ്രവർത്തിച്ച് മരിച്ചു പോയിട്ട്, മഖ്ദൂമ് രണ്ടാമന് മരിച്ചിട്ട് 325 കൊല്ലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ മഖ്ദൂമ് ഹിജ്റ 991 മരിച്ചിട്ട് 325 കൊല്ലം കേരളത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ ശേഷമാണ് നമ്മുടെ കേരളത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്ത വരുന്നതും നമ്മുടെ തലമുറയിൽ പുതിയ ചില ചിന്തകൾ നാമ്പെടുക്കുന്നതും. മൗലിദ് ഓതാൻ പാടില്ല, ആണ്ട് നേർച്ച കഴിക്കാൻ പാടില്ല, ഹദ്ദാദ് റാത്തീബ് ഓതാൻ പാടില്ല, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, മയ്യത്തുണ്ണോമൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ ഇല്ലായ്മകൾ വരികയാണ്. അതിനൊക്കെ പുറമെ നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത് നമ്മളൊരു മൗലിദ് കഴിച്ചുപോയാൽ ദീനിന്ന് പുറത്തായി മുഴുവൻ ആൾക്കാരും മുശ്രിക്കായി. അത് ശരിയല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കാനാണ് സമത്വം വന്നത്. ഇത് സമൂഹത്തെ പഠിപ്പിക്കലായിരുന്നു സമത്വ കേരള ജംഇയ്യത്തുൽ ലക്ഷ്യം. ആ ലക്ഷ്യം ശരിക്കും സമത്വം നിറവേറ്റി. 925 സമത്വം നിലവിൽ വന്നു. മുല്ലക്കോയ തങ്ങൾ 26 അതിന്റെ സാരഥ്യം ഏറ്റെടുത്തു. എന്തേ സമത്വം ചെയ്തു എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി ഇന്ന് കേരളത്തിൽ 9700 മദ്രസ ഉണ്ട്, 1 ലക്ഷം മുഅല്ലിമീങ്ങളുണ്ട്, 12 ലക്ഷം മതം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനത്തെ ഒരു സദസ്സ് തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടൂല. ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത ഒരു ദീനീ ചൈതന്യം പടച്ചറബിന്റെ അനുഗ്രഹത്താൽ ഈ ആലിമീങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നു. അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. എങ്ങനെയാണ് സമത്വം ഇത്ര വേരൂന്നിയത്? നമ്മുടെ പ്രസംഗം കൊണ്ടാ, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടാ, നമ്മുടെ പ്രചരണം കൊണ്ടാ അല്ലല്ലോ. അടുത്ത കാലത്താണ് നമ്മളൊരു പത്രം പോലും തുടങ്ങിയത്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ശരിക്കും പ്രചരിപ്പിക്കുന്ന ഒരു തലമുറ ഇവിടെ കണ്ടല്ലോ. പത്രമില്ലാതെ, പ്രചണ്ഡ പ്രചരണമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ശരിക്കും മനുഷ്യന്റെ മനസ്സിൽ സമത്വനോട് മതിപ്പ്, ഒരു വേറുറച്ച അവസ്ഥ മനുഷ്യന്റെ മനസ്സിൽ എങ്ങനെയുണ്ടായത്? എല്ലാ മഹല്ലുകളും സമത്വക്കൊപ്പം എങ്ങനെയാ ഉറച്ചു നിന്നത്? അതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, സമസ്ത ജനങ്ങളുടെ മുമ്പിൽ വെച്ച ആശയം 100% ശുദ്ധമാണ്. പൈതൃകത്തിന്റെ 90 ആണ്ട് നമ്മൾ പിന്നിടുമ്പോ വിശുദ്ധമായ വ്യക്തിത്വമാണ് ഈ സമൂഹത്തിൽ ഇത് സമർപ്പിച്ചത്. നമ്മളിന്ന് പറയുന്നുണ്ടല്ലോ വിശുദ്ധിയുടെ ഒരു 90 വർഷം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ വിശുദ്ധിയുടെ 90 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നോക്കണം, ആദർശത്തിന്റെ വിഷയത്തിൽ സമത്വക്ക് യാതൊരു പോറലും ഏറ്റിട്ടില്ല. സമത്വയുടെ ആദർശം അന്നും ഇന്നും ഒരുപോലെയാണ്. എന്നാൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വരാൻ കാരണക്കാരായ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നോക്കും നിങ്ങൾ. KNM കേരളത്തിൽ പൊട്ടിപ്പിളർന്ന് എത്ര കക്ഷിയായി? ജിന്ന് പിശാചിന്റെ വിഷയത്തിൽ എത്ര തർക്ക സ്റ്റേജിൽ നമ്മൾ കേട്ടു. ഇന്നവരെത്ര സംഘടനയാ? തൗഹീദിന്റെ വിഷയത്തിൽ അവർക്ക് ഇന്നും ഒരഭിപ്രായമില്ലല്ലോ. തൗഹീദിന്റെ പേര് ഭിന്നിച്ചവർ ഭിന്നിച്ച് 4ഉം 5ഉമായി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നല്ലോ. വോട്ട് ചെയ്യുന്നത് ശിർക്കാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് പറഞ്ഞത്. ആ ആളുകൾ പാർട്ടി ഉണ്ടാക്കി വോട്ട് ചോദിക്കുമ്പോൾ മതത്തിന്റെ അകത്താവുന്നത് എങ്ങനെയാ? എന്നാൽ സമത്വം അന്ന് പറഞ്ഞതാണ് ഇന്നും പറയുന്നത്. കാരണം എന്തുകൊണ്ട്? സമത്വക്ക് ഒരു പുതിയ ആശയമില്ല, പുതിയ പ്രവർത്തന രീതിയുണ്ട്, പക്ഷെ പുതിയ ആശയമില്ല. സമത്വയുടെ ആശയം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ സ്വഹാബത്തിന് എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മളായിട്ട് ഇതിൽ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഈ ആശയ പവിത്രത കൊണ്ടാണ് ജനങ്ങൾ ഇത് പെട്ടെന്ന് സ്വീകരിച്ചത്. രണ്ടാമത്, ഇത് ജനങ്ങൾ സ്വീകരിക്കാനുണ്ടായ പ്രധാന കാരണം ഇത് കൊണ്ടു നടന്ന മഹാത്മാക്കളെ ജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു. കാരണം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു തലമുറ നായകന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഉലമാ ആണ് ശരിക്കും നമ്മളെ നയിച്ചത്. നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ തലപ്പത്ത് നിന്ന സമത്വയുടെ ആലിമീങ്ങളെ ജനങ്ങൾക്ക് 100% സമ്മതമായിരുന്നു. നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. നമ്മളെ വെളിപ്പാടകലെ തൊട്ടപ്പുറത്ത് ജീവിച്ച ആളാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
നമ്മളൊക്കെ കാണുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തലപ്പത്ത് കണ്ണിയത്ത, അതിന്റെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദാണ്. ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പറയേണ്ടതും സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ടതുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുന്ന് നമ്മൾ നേരെ സഞ്ചരിച്ചാൽ പുളിക്കൽ പഞ്ചായത്തിലെ ചെറുമുറ്റം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വാഴക്കാട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിലാണ് ആ സ്ഥലം. ആ ചെറുമുറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഗ്രാമമാണ്, ഈ പുൽപ്പറ്റ പോലത്തെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ജനങ്ങൾ മഴ കിട്ടാതെ വിഷമിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചു. ഉസ്താദെ, മഴയില്ല, ഉസ്താദ് വന്നൊന്ന് ദ്വാരക്കണം. ഉസ്താദ് ആ ക്ഷണം സ്വീകരിച്ചു. ചെറുമുറ്റത്ത് ഇതുപോലത്തെ ഒരു സദസ്സ് സംഘടിപ്പിച്ചു. ഉസ്താദ് വന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കൊടും വേനലിൽ വന്നിട്ട് 2 കൈയും പൊന്തിച്ച് പടച്ച റബ്ബിനോട് ദ്വാരുന്നു. കണ്ണീര് പൊട്ടിച്ചുകൊണ്ട് ആ കണ്ണിയത്ത് പറഞ്ഞതെന്ന് പറയുന്നു. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കണ്ണിയത്ത് അല്ലാഹുമ്മ സ്കിനൽ വഇത വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ, അല്ലാഹുമ്മ സ്കിനാ വഇതം മുഈത. ആ സദസ്സിൽ കണ്ണിയത്ത് ഉസ്താദ് കണ്ണ് നിറച്ചുകൊണ്ട് ദുആ ചെയ്തു. കണ്ണ് നിറച്ച് ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ ആൾക്കാരൊക്കെ പിരിയുന്ന നേരത്തെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇതുപോലെ ഇരിക്കുകയാണ്. മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ മൈക്ക് ഓഫാക്കിയിട്ടില്ലേന്നു. കണ്ണിയത്ത് സദസ്സിനോടല്ല പടച്ച റബ്ബിനോട് പറഞ്ഞു. മൈക്ക് ഓഫാക്കാത്തതുകൊണ്ട് ജനങ്ങൾ കേട്ടു. എന്താ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്? പടച്ചോനെ, ഞാൻ നിന്നെ കണ്ട് മഴ ചോദിച്ചതാണ്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. എന്താണ് ആ വാക്കിന്റെ ഒരു കട്ടി? പടച്ചോനെ, ഞാൻ അന്നെ കണ്ടാണ് മഴ ചോദിച്ചത്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. ആർക്കങ്ങനെ പറയാൻ ധൈര്യം വരിക? ഈ വാക്ക് മൈക്കിലൂടെ കേട്ടപ്പോ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. പോയ മനുഷ്യന്മാര് മുഴുവൻ തിരിച്ചു വന്ന് അവിടെ ഇരുന്നു. എല്ലാവരും തിരിച്ചു വന്ന് അതാത് സീറ്റിലിരുന്നു. കണ്ണിയത്ത് പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോണില്ല, കണ്ണിയത്ത് ഉസ്താദ് പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോണില്ല. കണ്ണിയത്ത് ഉസ്താദ് ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കാൻ എന്തോ ദിക്റൊക്കെ ചെല്ലുന്നുണ്ട്. മൈക്കൊക്കെ ഓഫാക്കി. ആളുകൾ അത്ഭുതത്തോടുകൂടി 5 മിനിറ്റേ ഇരുന്നിട്ടുള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. ഒരു മനുഷ്യൻ മാനം കെടാൻ ഇതിലപ്പുറം വല്ലതും വേണോ? പടച്ചോടെ, ഈ മഴ തരാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതിരുന്നാൽ പിന്നെ മാനക്കേട് വേറെ വല്ലതും ഉണ്ടാവുമോ ദുനിയാവില്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരെ കൈവിടൂല. അവരെ മാനം പടച്ചറബ് കളയില്ല. 5 മിനിറ്റ് കൊണ്ട് എവിടുന്ന് ഒരു കാറ്റ് വന്നു, വമ്പിച്ചൊരു കാർമേഘത്തെ വഹിച്ചുകൊണ്ട് ഒരു കനത്ത മഴ. ആ ഗ്രാമം കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു മഴ. ആ മഴ അങ്ങ് തകർത്ത് പെയ്തു. ജനങ്ങളൊക്കെ മഴ കൊണ്ടിട്ടാ പിരിഞ്ഞു പോയത്. കണ്ണിയത്ത് ഉസ്താദ് അടക്കം മഴ കൊണ്ടു. ആ പ്രദേശത്തെ തലനിറച്ച കാരണവന്മാരെ ചെന്ന് ചോദിച്ചു നോക്ക്. അന്നത്തെ മഴ കൊണ്ട കാരണവന്മാർ തലനിറച്ചവർ ഇന്ന് ഹയാത്തിലുണ്ട്. എന്താണ് ഈ പറഞ്ഞ വാക്ക്? പടച്ചോനെ, നീ മഴ തരാതെ ഞാൻ എഴുന്നേൽക്കൂല. എന്താണ് അതിന്റെ ധൈര്യം? അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അള്ളാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ടല്ലോ, അഖ്സമ അലല്ലാഹ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ കാര്യമങ്ങ് ആണയിട്ട് പറഞ്ഞാൽ അബറഹു, പടച്ച റബ്ബ് അത് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ പിടിച്ചിട്ട് അവർ ആണയിട്ടൊരു കാര്യം പറഞ്ഞാൽ പടച്ചോനെ നടപ്പാക്കി കൊടുക്കുന്നത്. അത്ര വലിയൊരു അടുപ്പം കൽബിയായിട്ട് പടച്ചോനായിട്ട് അവർക്കുണ്ട്. അത്രമേൽ പടച്ച റബ്ബിനോട് അടുത്ത ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വലുപ്പം മനസ്സിലാക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കണം നിങ്ങൾ. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതസ്ഥരും കണ്ണിയത്ത് ഉസ്താദിനെ ബഹുമാനിച്ചു. ഞങ്ങളുടെ SKSF രൂപീകരിക്കുന്ന കാലത്ത് അതിന്റെ ഒരു സഹഭാരവാഹിയായി നിന്ന ആളാണ് OK കുട്ടികുമരി. അദ്ദേഹം എടവണ്ണപ്പാറ റഷീദിയിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരു ലേഖനത്തിൽ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു. എടവണ്ണപ്പാറ റഷീദിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് കൊണ്ടോട്ടിന്ന് ബസ് കയറിയാൽ നാട്ടുകാരായ ഒരു 5-8 ആൾക്കാർ വന്നിട്ട് ഒരു വൈകുന്നേരം എടവണ്ണപ്പാറ ഇറങ്ങിയിട്ട് കോളേജിലേക്ക് ഇയാളെ തെരഞ്ഞു വന്നു. ഇയാളോട് പറഞ്ഞു, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് പോകാൻ വന്നാ, നിങ്ങൾ എടവണ്ണപ്പാറ റഷീദിലായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിനെ ശരിക്കറിയാലോ, നിങ്ങളൊന്ന് പോരണം, നമ്മളൊന്ന് പോകാം കണ്ണിയത്തിന്റെ അടുത്തേക്ക്. അപ്പൊ അവര് വേഗം പോയി തിരിച്ചു വരാൻ വേണ്ടി വേഗം തിരിച്ചു വന്നെങ്കിലേ തിരിച്ചു കൊണ്ടോട്ടിക്ക് ബസ് കിട്ടും. ഒരു ജീപ്പിന് പോകാൻ തീരുമാനിച്ചു. എടവണ്ണപ്പാറയിൽ നിന്ന് വാഴക്കാട്ടേക്ക് ജീപ്പിന് പോകാൻ തീരുമാനിച്ചൊരു ജീപ്പ് വിളിച്ചു നോക്കുമ്പോൾ ജീപ്പ്, അവിടെ ഉള്ള ജീപ്പ് ഒരു അമുസ്ലിം ഡ്രൈവറാണ്, ഹിന്ദുവാണ്. അവരെ തന്നെ വിളിച്ച് വണ്ടിയിൽ കയറി. ഇവര് പറഞ്ഞു, ഹിന്ദുവായ ഡ്രൈവർക്ക് കണ്ണിയത്ത് ഉസ്താദിനൊന്നും അറിയില്ല എന്ന് ധരിച്ചിട്ടാണ് ഇവർ പറഞ്ഞത് എടവണ്ണപ്പാറ വരെ പോകണമെന്ന് പറഞ്ഞു. ഡ്രൈവർ വണ്ടി എടുത്തു. ഇവര് വണ്ടി കയറി വണ്ടി വിട്ടു. എടവണ്ണപ്പാറ അവിടെ നിന്ന് പുറപ്പെട്ട് വാഴക്കാട്ട് എത്തുന്നതിന്റെ അല്പം മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക്. ആ ഇടത്തോട്ട് തിരിയാൻ വേണ്ടി ഇദ്ദേഹം നിർദ്ദേശിച്ചപ്പോ ഇവര് നിർദ്ദേശിച്ച സമയത്ത് ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ വാഴക്കാട്ടേക്കാന്നല്ലേ പറഞ്ഞത്? അല്ല, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാണ് കേട്ടതേ ഉള്ളൂ. ആ ഡ്രൈവർ വണ്ടി സൈഡാക്കിയിട്ട് അവരോട് പറഞ്ഞു, 1 മിനിറ്റ്. അവൻ പുറത്തിറങ്ങി.
സമ്മതം വാങ്ങി പുറത്തിറങ്ങിയിട്ട് ആദ്യം അവന്റെ മടക്കി കുത്തയച്ചിട്ട് അവൻ മടക്കി കുത്തിയിട്ട് ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിരുന്നു. മടക്കി കുത്തയച്ചിട്ട് രണ്ടാമത് അവന്റെ തലയിൽ ടാക്സിക്കാർ കിട്ടുന്ന ഒരു വട്ടക്കെട്ടുണ്ടായിരുന്നു, ആ കെട്ടയച്ചിട്ട് വണ്ടിന്റെ ഉള്ളിൽ വെച്ചു. ഇത് രണ്ടും ചെയ്തിട്ട് പിന്നെ ഒരു പുതിയ മനുഷ്യനായിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത്? എന്താ ഈ സംഗതി? കണ്ണിയത്തുസ്താന്റെ വീട്ടിലേക്കാണ് ആ പേര് കേട്ടിട്ടേ ഉള്ളൂ, അവന്റെ ഭാവന മാറി. ഈ ഒരു ബഹുമാനം പടച്ച റബ്ബ് അമുസ്ലിങ്ങളെ മനസ്സിൽ പോലും എങ്ങനെ കൊടുത്തത്? ഒരു ഹിന്ദുവായ ടാക്സി ഡ്രൈവർക്ക് പോലും എങ്ങനെയാണ് കണ്ണിയത്തുസ്താദിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാൽ ഒരുപക്ഷെ കണ്ണിയത്തുസ്താദ് അവനെ കാണാൻ പുറത്തേക്ക് വന്നോളന്നില്ല. ഇവൻ കണ്ണിയത്തിന്റെ വീട്ടിൽ കയറി കണ്ണിയത്തിനെ കാണാൻ പോയതുമല്ല, ഡ്രൈവറായി പോയതാ, വണ്ടിയുടെ നിർത്തും. എന്നാലും കണ്ണിയത്തിന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ഒരു ഭാവത്തിൽ അവന്റെ തലേക്കെട്ട് വെറുതെ അഴിച്ചുവെച്ചു. അവനവന്റെ മടക്കി കുത്തയച്ചിട്ടു. അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച ഹദീസ് വെച്ചൊന്ന് വ്യാഖ്യാനിക്ക്. പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു, നമ്മുടെ മുത്തുനബി തങ്ങൾ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ, അള്ളാഹുവിനെ ശരിക്ക് പേടിക്കുന്ന മനുഷ്യനെ എല്ലാവരും ഭയപ്പെടും. ആ ഭയം ഒരു ബഹുമാനമാണ്, ഏത് ഹിന്ദുവും മാനിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. സലാത്തൊക്കെ ചൊല്ലിക്കൂടാതെ ഉണ്ടാവുള്ളൂ നമ്മളെ പാതാത. ആ രീതിയിൽ ഒരു ഹിന്ദുവായ മനുഷ്യന്റെ മനസ്സിൽ പോലും കണ്ണിയത്തുസ്താദിനോട് മതിപ്പ്. എന്താ കാരണം? പടച്ചോനെ പേടിയുണ്ടാ. അള്ളാനെ പേടിക്കുന്ന ഒരു കൽബ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആർക്കാണ് അതിൽ തർക്കമുള്ളത്? ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സമത്വയുടെ വൈസ് പ്രസിഡന്റാണ് MT അബ്ദുൽ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മഹാനവർകൾ എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഗതിയാണ്. മഹാന്മാരെ കൂടെ നടക്കുമ്പോൾ കുറെ ഇൽമ നമുക്ക് കിട്ടും. MT ഉസ്താദ് പറഞ്ഞു, ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലം, ഞങ്ങളൊക്കെ മുതഅല്ലിമീങ്ങളായി ജാമ്യയിൽ പഠിക്കുക. അന്ന് കണ്ണിയത്തുസ്താദ് അവിടെ മുദരിസായ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വന്ന് കസേരയിൽ ഇരുന്ന് കിതാബ് മറിച്ച് ക്ലാസ് തുടങ്ങി. മേശപ്പുറത്ത് കിതാബ് മറിച്ച് വെച്ച് കസേരയിൽ ഇരുന്ന് കണ്ണിയത്തുങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ജാമ്യയിലെ പഴയ കസേരയിൽ നിന്ന് മൂട്ട കടിച്ചപ്പോ കണ്ണിയത്ത് ദേഷ്യം പിടിച്ച് എഴുന്നേറ്റിട്ട് കണ്ണിയത്ത് പറഞ്ഞു, കസേര നീക്കിട്ട കസേര വേണ്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മേശന്റെ പുറത്ത് കയറി കാല് തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ദർസ് നടത്തി. മേശമര കയറിയിരുന്ന് സൗകര്യം അതാണ്. പിന്നെ മേശമ മൂട്ടയില്ലാതുകൊണ്ട് മേശമ കയറിയിരുന്നു. ദർസുകൾ നടത്തി കിതാബുകൾ നോക്കിക്കൊണ്ട് ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല വിശാലമായ വിശദീകരണം വരുന്ന സമയത്ത് തന്നെ വിശദീകരിച്ചുകൊണ്ടിരുന്ന കുട്ടികളിങ്ങനെ നോക്കി കിതാബിൽ കുറിപ്പൊക്കെ ഉണ്ടാക്കി കണ്ണിയത്ത് പറയുന്നൊക്കെ ഷറാഖി ചിലർ എഴുതി. അങ്ങനെ കുട്ടികൾ കിതാബിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ കണ്ണിയത്ത് ഇങ്ങനെ ഈ വിഷയം വ്യാഖ്യാനിക്കുമ്പോൾ നല്ല ഹരമുള്ള രംഗം. ശരിക്കും നല്ല പണ്ഡിതന് കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ ഒരു അധ്യാപകന്റെ ഹരം ഉണ്ടാവും ക്ലാസ്സിൽ. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് അറിയാതെ മേശപ്പുറത്തിലിരിക്കുന്ന കാലിങ്ങനെ ആട്ടി, അറിയാതെ കാലാട്ടി. ആ കാലാട്ടിക്കൊണ്ടിരിക്കെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കാലാട്ടിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം വന്ന് ആ കിതാബ് ഒരൊറ്റ മടക്കി വെക്കലും മേശപ്പുറത്തൊരു ചാടി എഴുന്നേൽക്കലും ആ ചാട്ടത്തിന്റെ ശബ്ദം തന്നെ കുട്ടികളെ ഞെട്ടിച്ചു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ഉറക്കാൻ പറഞ്ഞു കണ്ണിയത്ത്. കുട്ടികളൊക്കെ വിറച്ചുപോയി. MT ഉസ്താദ് പറയുന്നു, ഞങ്ങളാകെ അന്താളിച്ചു പോയി. എന്താണ് ഈ സംഗതി? അസ്തഗ്ഫിറുല്ലാഹൽ അദീം മേശപ്പുറത്ത് ചാടിയിട്ട് എന്ത് പറ്റിപ്പോയി? ആകെ പേടിച്ചു. ഞങ്ങൾക്ക് എന്താ ചോദിക്കേണ്ടതല്ല, ഞങ്ങൾ കിതാബിന് കണ്ടെടുത്ത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, ഉയർന്ന സ്ഥലത്ത് ഇരുന്നിട്ട് കാലാട്ടിൽ കിബറിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അഹമ്മദ് അത് ചെയ്തിരിക്കുന്നു. മിസ്കാല ഹബ്ബത്ത് കിബർ ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടായ സ്വർഗത്തെ കടക്കൂല. അഹമ്മദിന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇത് പറയുമ്പോ കണ്ണിയത്തിന്റെ കണ്ണിന്ന് കണ്ണുനീരുറ്റുന്നുണ്ടായിരുന്നു. അത്രേ ഒരു ചെറിയ വിഷയം അബദ്ധം പറ്റിപ്പോയി, കാല് നാട്ടിപ്പോയി. ഒരു മനുഷ്യൻ അങ്ങനെ ഉയരത്തിരുന്ന് കാലാട്ടിയാൽ അതിനൊന്നുമില്ല. പക്ഷെ അത് കിബറിന്റെ ലക്ഷണമാകുമോ എന്നൊരു പേടി. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹദീസാണ് അമൽ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുണ്ട്, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ. ഒരടിമയും മുത്തഖിയാകൂല, ഒരടിമയും മുത്തഖീങ്ങളെ ഗണത്തിലേക്ക് ഉയർന്നു പോകൂല. ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി. ഒരു തെറ്റുമില്ലാത്തതിനെ ഒഴിവാക്കുന്നത് വരെ, ഒരു തെറ്റുമില്ലാത്തത് വേണ്ടാന്ന് വെക്കുക. ഹദറം മിമ്മാ ബിഹി ബഅസ്. എന്തെങ്കിലും തെറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് ഒന്ന് കാലാട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ കിബറിന്റെ ലക്ഷണമാകുമോ എന്ന് പേടിച്ചിട്ട് അത് ഒഴിവാക്കി. സംഭവിച്ചപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പടച്ചവരെ പേടിച്ചൊരു മഹാൻ, അതാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. ഈ ഭൂമിയിൽ ഇത്ര വലിയ പടച്ചോനെ പേടിയുള്ള മനുഷ്യന്മാരാരാ? നമ്മുടെ മുമ്പിൽ ജീവിച്ച, നമ്മൾ കണ്ട ആളുകളെ കുറിച്ച് അതിന്റെ മുമ്പ് കുറെ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഖൗഫ്, അതാണ് ശരിക്കും ഒരു മനുഷ്യന് പടച്ചറബിലേക്ക് ഏറ്റവും അടുക്കാനുള്ള സംഗതി. അത്ര പടച്ചറബിലേക്ക് അടുത്ത ഒരു മഹാൻ സമത്തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു. 926 മുതൽ അദ്ദേഹം സമത്തന്റെ മെമ്പറാ. അദ്ദേഹം 1993 മരിച്ചു പോകുന്നത്.
1989 വരുമ്പോ കണ്ണിയത്ത് ഉസ്താദിന് സമസ്തയിൽ 62 കൊല്ലത്തെ പാരമ്പര്യം. 62 കൊല്ലത്തെ പാരമ്പര്യം. 989 കണ്ണിയത്തിന് 62 കൊല്ലം സമസ്തയിൽ പ്രായമായി. 62 സംവത്സരം സമത്വക്ക് വേണ്ടി സേവനം ചെയ്ത മനുഷ്യൻ. അതിൽ തന്നെ 22 കൊല്ലം പ്രസിഡന്റാ. 22 കൊല്ലം പ്രസിഡന്റായിരുന്നു 89. ആ മനുഷ്യൻ മരിച്ചു പോകുന്നപ്പോഴാ 1993. 89 എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിവെച്ച് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയത്? എന്തിനാണ് അതിന് സമത്താന്ന് പേരിട്ടത്? എന്തിനാ കണ്ണിയത്ത് ഉസ്താദിനെ ഒഴിവാക്കിയിട്ടൊരു സംഘടന കൊണ്ടുവന്നത്? എന്തേ കണ്ണിയത്ത് ഉസ്താദ് ചെയ്ത് തെറ്റ് പറ. ഇന്നിപ്പോ കണ്ണിയത്തിന്റെ മധുര് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ഇന്ന് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് നടത്തുന്നുണ്ടല്ലോ. ഇന്ന് കണ്ണിയത്ത് സമത്തിന്റെ പ്രസിഡന്റായിരുന്നു സമ്മതിക്കുന്നുണ്ടല്ലോ. ആ കണ്ണിയത്ത് 89 അല്ല ഈ ലോകത്തോട് വിട പറഞ്ഞത്. കണ്ണിയത്ത് മരിച്ചിട്ടല്ല നിങ്ങളൊരു പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്നത്. കണ്ണിയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് 93 കണ്ണിയത്ത് മരിക്കുന്നു. 89 കണ്ണിയത്തുണ്ട്, 90-ലുണ്ട്, 91-ലുണ്ട്, 92-ലുണ്ട്. 4 കൊല്ലം കണ്ണിയത്ത് ഉസ്താദ് ഭൂമുഖത്തുള്ള 4 കൊല്ലം അദ്ദേഹത്തെ മാറ്റിവെച്ച് പുതിയൊരു പ്രസിഡന്റിനെ കോലം കെട്ടിച്ച് കൊണ്ടു നടന്നില്ല നിങ്ങൾ? ഒരു മനുഷ്യന് ധൈര്യം വരുമോ കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ സമസ്തന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞ സ്ഥാനത്ത് വരാൻ? നിങ്ങൾ പ്രസിഡന്റാക്കിയ ആളാരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കണ്ണിയത്ത് മെമ്പറായി 30 കൊല്ലം കഴിഞ്ഞിട്ട് മെമ്പറായ ആള്. കണ്ണിയത്ത് സമസ്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാൾ സമസ്തയിൽ വന്നത്. ആരാണെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല. ഒരു സയ്യിദായിരുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഒരു തർക്കം നമുക്കതിലില്ല. പക്ഷെ ആ മനുഷ്യനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സമസ്തന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരുത്തി. എന്നിട്ടോ അദ്ദേഹമാണെങ്കിൽ ശംസുൽ ഉലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ. ശംസുൽ ഉലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ കണ്ണിയത്ത് സമസ്തയിൽ വന്ന് 30 കൊല്ലം വന്നിട്ട് സമസ്തയിൽ വന്ന ആള് ആ മനുഷ്യനെ പ്രസിഡന്റ് ആക്കിയിട്ട് ഒരു സമസ്ത എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുമ്പോൾ അത് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ഭിന്നിപ്പല്ലേ? എന്തേ കൂട്ടരെ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയത് പറ. എന്തേ കണ്ണിയത്ത് ഉസ്താദിന് അബദ്ധമുണ്ടായത് പറ. എന്തിനാണ് ആ പണിക്ക് 89 പോയത്? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ആരെയാ? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആരാന്ന് നമുക്കറിയുമോ? നമ്മളിൽ പലരും ശംസുൽ ഉലമയെ ശരിക്കും പഠിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രധാനിയാണ് അദ്ദേഹം. ആ മഹാന്റെ ഹക്ക് കൊണ്ട് പടച്ചറബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നല്ലോണം ഉറക്കാമീൻ പറഞ്ഞുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല. ആ മഹാന്റെ ജീവിതം നമുക്ക് വലിയ പാഠമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന മനുഷ്യനാണ്. ഔലിയാക്കളുമായി ഇത്ര ബന്ധമുള്ള ഒരു മനുഷ്യൻ പാടില്ല. കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ അദ്ദേഹം ജുമുഅക്ക് കൂടുക. അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ ആ മഹാനായ അലാവുദ്ദീൻ ഹിംസി തങ്ങളോട് പല കാര്യങ്ങളും ഇങ്ങനെ സ്വകാര്യമായി സംസാരിക്കുന്നത് പലരും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അതിന്റെ വാതിൽ അടച്ചിട്ടും ആരെയും കൊണ്ട് കേട്ടൂല. ആതിര പട്ടണത്തെ മുഹമ്മദ് കുട്ടി ഹസറത്ത് എന്ന വലിയൊരു പണ്ഡിതൻ തമിഴ്നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഷെയ്ഖുനാനെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി കൊണ്ടുപോയി. മുഹമ്മദ് കുട്ടി ഹസറത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ മുഹമ്മദ് കുട്ടി ഹസറത്ത് പറഞ്ഞു, ആതിര പട്ടണം മുഹമ്മദ് കുട്ടി ഹസറത്ത് പറഞ്ഞു, ഷെയ്ഖുൻ അവിടെ വന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് മുത്തുപ്പേട്ട ദാവൂദിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഷെയ്ഖുനായെ. സിയാറത്തൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊക്കെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തു നിൽക്ക്, എനിക്ക് ദാവൂദിലേക്ക് തങ്ങളുമായിട്ട് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരെയും പുറത്താക്കി വാതിലടച്ച് ഷെയ്ഖുന അവിടെ ഇരുന്നു കൊണ്ട് സംസാരിച്ചു. എങ്ങനെയാണ് ഈ സംസാരം നമുക്ക് പറയാൻ പറ്റുമോ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുമായി മക്കബറയിൽ എങ്ങനെ അദ്ദേഹം സംവേദനം നടത്തി നമുക്ക് പറയാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാ. അഹിയാഉം ഫീ ഖുബൂരിഹിം എന്നാണ് അവരെ കുറിച്ചൊക്കെ പറയാം. അങ്ങനത്തെ മഹാന്മാരുമായി ഒരു ബന്ധം ആത്മീയമായി അദ്ദേഹത്തിനുണ്ട്. അതാണ് ഷെയ്ഖുനാന്റെ കഴിവ്. ഞാൻ ഒരു ഉദാഹരണം പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയണം. കാരണന്മാർ കേട്ടിരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമായ തൃശൂർ ജില്ലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹൈദോസ് മുസ്ലിയാർ എന്ന ചെറുവാളൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നല്ലൊരു ആലിമാണ്, മാത്രമല്ല ഒരു സൂഫിയാണ്. ദുആക്കൊക്കെ തൃശൂർ ജില്ലയിൽ പല സ്ഥലത്തും കൊണ്ടുപോകുന്ന ആളാണ്. ഒരു പാവം മനുഷ്യൻ, യാതൊരു തരത്തിലും ആഡംബരം തെരഞ്ഞെടുക്കുന്ന സൂഫിയാണ് അദ്ദേഹം. നല്ല ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇന്ന് ദാറു തഖ്വ എന്ന് പറയുന്ന തൃശൂരിലെ പുലിക്കണ്ണിയിലെ വാഫി കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ആ കോളേജ് നടക്കുന്ന തന്നെ വേറെ വരുമാനമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ചില ആൾക്കാർ നൂലൂതാൻ വരും, വെള്ളം മന്ത്രിച്ചൂതാൻ വരും, ചില ചികിത്സയ്ക്ക് വരും. അതിന് കിട്ടുന്ന വരുമാനം ആ കോളേജ് നടത്തുകയാണ്. ആ കോളേജിന്റെ മുഖ്യ വരുമാനം ഹൈദ്രോസ് മുസ്ലിയുടെ ചികിത്സയാണ്. അദ്ദേഹം വേറെ സ്വന്തമായി ഒന്നും സമ്പാദിക്കണില്ല. ഞാനുമായി അദ്ദേഹം വലിയ ബന്ധത്തിലാണ്. പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം തൃശ്ശൂരിലെ ചെറുവാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു കുറെ കാലം. ജാമ്യന്ന് വിട്ട ശേഷം ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ഉത്തമ ശിഷ്യനാണ്. ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. അദ്ദേഹം ഷെയ്ഖുനായുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആള് മലപ്പുറം ജില്ലക്കാരനാണ്. ആള് ഏലംകുളത്താണ് അദ്ദേഹത്തിന്റെ വീട്.
അങ്ങനെ അദ്ദേഹം ചെറുപാടൊരു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കെ ചെവിക്ക് വല്ലാത്തൊരു വേദന വന്നു. ചെവിയുടെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ബുദ്ധിമുട്ടി. ചെവിയുടെ വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഇടങ്ങേറായ സമയത്ത് അദ്ദേഹം ഒരു ENT ഡോക്ടറെ ചെന്ന് കണ്ടു. ENT ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ചെവിക്ക് ഡ്രമ്മിന് ദ്വാരമുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ. ഒരു ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞാൽ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞ ഡോക്ടർ വേറെന്തോ നോക്കും. അങ്ങനെ തന്നെയാണ്. പോയി 4 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. 5ാമത്തെ ഡോക്ടറെ അയാൾ പറഞ്ഞ ഓപ്പറേഷൻ നിവൃത്തിയില്ല. 5 പറഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലൊരു ഡോക്ടറെ അടുത്ത് പരിശോധന നടത്തി, എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ആ ദ്വാരം കണ്ടു. അഡ്മിഷൻ അന്ന് വന്നാൽ മതി, എന്നാണ് ഓപ്പറേഷൻ അന്ന് വന്നാൽ മതി, അതിന്റെ ഡേറ്റ് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്ത് വിട്ടു. ഓപ്പറേഷൻ നടത്താൻ പോവാണ്. അതിന്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം കോഴിക്കോട്ട് വന്നു. തന്റെ ഉസ്താദിനോടൊന്ന് സമ്മതം ചോദിച്ചിട്ട് വേണം ആശുപത്രിക്ക് പോകാൻ. ഷെയ്ഖുന ശംസുലമയുടെ സമീപത്ത് വന്ന് വീട്ടിലെത്തി. ഷെയ്ഖുന തന്റെ വീട്ടിലിരിപ്പുണ്ട്. ഐദ്രോസുസേനോട് വന്നിരുന്നു. ഉസ്താദെ, ഞാനിങ്ങനെ ഒരു ഓപ്പറേഷന് പോവാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം, എന്റെ ചെവിക്കിന്റെ പ്രശ്നമുണ്ട്, ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ വിജയിക്കാൻ അവിടുന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഷെയ്ഖുന ശംസുലമ തലയും തൂക്കിയിട്ടിങ്ങനെ നിന്നു. ദ്വാരന്നതുമില്ല, മറുപടിയും പറഞ്ഞില്ല. ദ്വാരക്കണമില്ല, മറുപടിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ തലയും തൂക്കിയിട്ട് കുറെ സമയം നിന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ചെറുവാട് ഉസ്താദ് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാ, നിങ്ങൾ പോയി ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും. അദ്ദേഹം തന്നെ നിങ്ങളോട് പറഞ്ഞുതരും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഷെയ്ഖുന തലങ്ങനെ താഴ്ത്തിട്ട് കുറെ കഴിഞ്ഞ് തല പൊന്തിച്ചിട്ട് ഷെയ്ഖുന പറഞ്ഞു, എടാ, ഓപ്പറേഷനൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ, ഞാൻ നിന്റെ കേസ് മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുമായിട്ട് മുഷാവറ ചെയ്തിട്ടുണ്ട്, ഈ അവിടുത്തേക്ക് യാസീനും ഫാത്തിയൊക്കെ ഓതിയിട്ട് പോയിക്കോ, അത് മതിയെന്ന് പറഞ്ഞു. ഹൈദ്രോസിലെ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഉസ്താദിനെ കുറിച്ച് അദ്ദേഹത്തിന് ശരിക്കറിയാം. അദ്ദേഹം നേരെ തന്റെ നാട്ടിൽ വിട്ടു. നാട്ടിൽ ചെന്ന് അദ്ദേഹം മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പേരിൽ യാസീനും ഫാത്തിയൊക്കെ ഓതി ഭംഗിയായിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ജോലിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഏലംകുളത്ത് നിന്ന് ട്രെയിൻ കയറി ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് അദ്ദേഹം അസ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ കയറി കഴിഞ്ഞ് അവിടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ തലക്കെന്തോ ഒരു ഭാരം മാറി, ഭയങ്കര ഭാരം. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സൈഡിൽ പോയി കിടന്നപ്പോൾ അവിടെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അദ്ദേഹത്തെ ആരോ എടുത്തുകൊണ്ട് പോകുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. സത്യം സ്വപ്നമാണ്. ഇത് സ്വപ്നമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാനതിന്റെ തെളിവ് സഹിതാ പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ സ്വപ്നം കാണാനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ചിലർക്ക് മനസ്സിലായി എന്ന് വരില്ല, അത് വേറെ വിഷയം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആരോ പൊക്കിക്കൊണ്ടുപോയ പോലെ തോന്നി, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നു തോന്നി. കുറെ കഴിഞ്ഞ് വേദനയായപ്പോൾ എഴുന്നേറ്റു. പെട്ടെന്ന് ഞെട്ടിയോട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ വേദന ഉണ്ട്. അദ്ദേഹം ഡോക്ടറെ ചെന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ചെവിന്റെ പ്രശ്നം തീർന്നിട്ടുണ്ടല്ലോ, ആരാ ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഷെയ്ഖുന ശംസുലം ഒരു വാക്ക് പറഞ്ഞിരുന്നു, എടാ, നിന്റെ കേസ് ഞാൻ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുമായി മുഷാവറ ചെയ്യുന്നുണ്ട്, അത് മതി. ആ ഒരൊറ്റ വാക്ക് മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുമായി ഷെയ്ഖുനാക്ക് വല്ലാത്ത ബന്ധമാണ്. ആ ബന്ധമാണ് നേരത്തെ ആതിരാപട്ടണം മുഹമ്മദ് കുട്ടി ഹസ്രത്ത് എഴുതിയത്. ആ ലേഖനം ഇന്ന് എന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. മാത്രമല്ല ഷെയ്ഖുന തന്റെ യുവത്വ കാലഘട്ടത്തിൽ ഒരിക്കൽ സിയാറത്തിന് പലയിടത്തും പോകുന്ന കൂട്ടത്തിൽ 4 ദിവസത്തെ സിയാറത്തിന് വേണ്ടി മുത്തുപേട്ടയ്ക്ക് പോയി. 4 ദിവസത്തെ സിയാറത്ത്. ഈ 4 ദിവസത്തെ സിയാറത്തിന് വേണ്ടി ഷെയ്ഖുന പോകുമ്പോ ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിൽ നിന്ന് നല്ല ഒരു വെള്ളക്കടലാസിൽ ബഹുമാനപ്പെട്ട മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ഒരു മൗലിദ് എഴുതിയിട്ട് ഒരു ബെയ്ത്ത് മാത്രം എഴുതിയിട്ട് അത് ഫ്രെയിം ചെയ്ത് കൈ പിടിച്ചുണ്ടായി. അങ്ങനെ ഷെയ്ഖുന പോയിട്ട് 4 ദിവസം മുത്തുപേട്ട താമസിച്ചപ്പോൾ 3 രാത്രിയിലും അവിടെയുള്ള ഹാദിമീങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് രാത്രി മക്കാം അടക്കുന്ന സമയത്ത് മക്കാം അടച്ചിട്ട് അതിന്റെ ഉള്ളിലിരുന്നിട്ട് ഉറക്കെ ഈ ബെയ്ത്ത് ചൊല്ലി എല്ലാവരും കൊണ്ട് ജവാബ് ചെല്ലിച്ചു. ആ ജവാബ് എല്ലാവരും കൊണ്ട് ചെല്ലിച്ചു. എല്ലാവർക്കും അത്ഭുതമായി. അങ്ങനെ അവസാനം പോരുന്ന ദിവസം ഷെയ്ഖുനായോട് അവർ തന്നെ പറഞ്ഞു, ഈ ബെയ്ത്ത് ഇവിടെ തൂക്കാൻ ഇന്ന് നിങ്ങൾ മുത്തുപേട്ടയിൽ പോയാൽ മുത്തുപേട്ട ദർഗാ ഷരീഫിക്ക് കടക്കുന്ന സ്ഥലത്ത് അവിടെ വലതുവശത്ത് ചുമരിൽ ഒരു ബെയ്ത്തേ തൂക്കിയിട്ടുള്ളൂ, അത് ഷെയ്ഖുന ശംസുലമന്റെ ബെയ്ത്താ. ആ കയ്യക്ഷരം അവിടെ ഉണ്ട്. ആ ബെയ്ത്ത് പകർത്തിയിട്ട് പ്രിന്റ് ചെയ്ത് അവിടെ പൈസക്ക് വിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കൊണ്ട് കളർ പ്രിന്റ്. ആ ബെയ്ത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ വല്ലാതെ പുകഴ്ത്തി. അതിന്റെ തുടക്കം തന്നെ യാ ശൈഖനാ യാ ശൈഖ് ദാവൂദുൽ ഹകീമുൽ അഅ്ലമു, യാ ശൈഖനാ യാ ശൈഖ് ദാവൂദുൽ ഹകീമുൽ അക്രമു, അന്ത ബഹറുൽ ജൂദി വൽ ഇഫ്ളാലി യാ ശൈഖൽ വറാ, അന്ത ബൽ അഹ്ലാ വ അഹ്ലാ മിൻഹു യാ ശൈഖൽ ഫറാ. അങ്ങനെയാണ് ബെയ്ത്ത് ഇങ്ങനെ തുടങ്ങണം. എന്റെ അവസാനം മുഴുവൻ ദുആണ്. ആ ദുആന്റെ സമയത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ
ആ ജവാബ് എല്ലാരെ കൊണ്ട് ചെല്ലിച്ചു എന്ന് അവിടുത്തെ ഹസ്രത്തുമാരും അവിടുത്തെ മഹാന്മാരും പറയുന്നു. എന്താണ് പറഞ്ഞ വാക്ക്? അതിന്റെ അവസാനമുണ്ട്, ശരിക്കൊന്ന് ചെല്ലി നോക്ക് നിങ്ങൾ. അതിന്റെ അവസാനത്തിൽ ദുആ പോലും വേണ്ട. യാ റബ്ബന ബിഹഖി ഹാദാ ശൈഖ് ദാവൂദിൽ വലി ഇഫ്തഹൻ അബ്വാബ ബറകാതിൻ വഖൈരിൻ മുംതലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ചൊല്ലിക്കോ, ശൈഖുനെ ചൊല്ലിയത് അതിൽ ബർക്കത്തുണ്ടാവും. അങ്ങനെ ചൊല്ലിച്ചു എന്നാ ഒരുപാടുണ്ട്. ഒരു വരി കൂടി ഞാൻ പറഞ്ഞുതരാം. യാ റബ്ബന ബിഹഖി ഹാദാ ശൈഖ് ദാവൂദിൽ വലി ഇദ്ഫഅൻ ഫഖറൻ വഫാഖാതിൻ ബിദഫഇകൽ ജലീ ലാ ഇലാഹ. ഇങ്ങനെ ചെല്ലിച്ചിട്ട് ആൾക്കാരെ കൊണ്ട് അത്ഭുതപ്പെടുത്തി രോമാഞ്ചജനകമായ രംഗം സൃഷ്ടിച്ചു എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അത്ര വലിയ ബന്ധമാണ് മുത്തപ്പേട്ട ദാവൂദിലേക്ക് തങ്ങളുമായിട്ട്. ആ ബന്ധത്തിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു. ആ മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ചെവിന്റെ രോഗം മാറി എന്ന് പറഞ്ഞാൽ അപ്പുറം എന്താ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കുകയും രോഗമൊക്കെ ശമിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. ആ മഹാന്മാരൊക്കെ അത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ മുമ്പിൽ. നമ്മുടെ നെറ്റിലൂടെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ ഇതിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഇതൊക്കെ ദ്വാരക്കണം, വളരെ പ്രധാനം. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞു, അനുജൻ ഒരു കേസിൽപ്പെട്ട് നിൽക്കുന്ന രംഗം വിദേശത്ത്. അല്ലാഹു ആ സുഹൃത്തിന് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ ദ്വാരക്കേണ്ടത്. അത്തരം വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദുആ കൊണ്ട് മാത്രമേ മാറുള്ളൂ. ഈ മഹാന്മാരൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അത്തരം പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു കരകയറ്റി തെരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ബലമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെടാൻ കരുത്തും കഴിവും അദ്ദേഹത്തിനുണ്ട്. ഇൽമിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. ഇൽമ കൊണ്ട് ഉയർന്ന് അതിസമർത്ഥനായ വ്യക്തിയാണ്. നിങ്ങൾക്കറിയാലോ, ഈ വാഴക്കാട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ദർശനം അദ്ദേഹം ഓതിയിട്ടുണ്ടല്ലോ. അടിസ്ഥാന കിതാബൊക്കെ ഓതി പഠിച്ച് കുറച്ച് ഉയർന്ന കുട്ടിയായപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ദർശനം വന്നു. കണ്ണിയത്ത് പോലും അത്ഭുതപ്പെട്ടു. ഒരു വിഷയം എടുത്തിട്ട് കണ്ണിയത്ത് ചർച്ചക്കിടും ഉസ്താദ്. അപ്പൊ ശിഷ്യന്മാർ പ്രതികരിക്കും. അങ്ങനെയുള്ള ഉസ്താദ്മാർ ശിഷ്യന്മാരും തമ്മിൽ. ശംസുലമയാണ് ബയാൻ ചെയ്താൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. കണ്ണിയത്ത് ഉസ്താദ് പിന്നെ ഒരു ബയാൻ പറയും. അപ്പൊ ശംസുലമ വേറൊരു ബയാൻ പറയും. രണ്ടുകൂട്ടർ അങ്ങോട്ടും തന്നെ പറയും. ദർസ് മുന്നോട്ട് നീങ്ങൂല. രണ്ടാളും നല്ല വിശദീകരണം. ശിഷ്യനും പറയും, ഉസ്താദും പറയും. അങ്ങനെ കുറെ വിശദീകരണം വന്നപ്പോ ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു തരേ, എടാ നീയും ഒരു മുജ്തഹിദാണ്, ഞാനും ഒരു മുജ്തഹിദാണ്, രണ്ട് മുജ്തഹിദ് ഒരു സ്ഥലത്ത് വേണ്ട, ഈ പൊയ്ക്ക ബാക്കിയാത്തുകയാണ്. അങ്ങനെ പറഞ്ഞു. നമ്മൾ രണ്ടാളും കൂടി ഒരു തൊടിയിൽ വേണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമക്ക് കണ്ണിയത്ത് കൊടുത്തൊരു അനുഗ്രഹമാണത്. വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ണിയത്ത് പറഞ്ഞത്. അപ്പൊ ശൈഖുന ശംസുലമ വീട്ടിൽ ചെന്നു, ബാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ മറ്റൊരു ഉസ്താദ് കൂടിയ അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങളുടെ അടുത്തേക്ക് പോയി. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ ഇദ്ദേഹത്തെ പരീക്ഷിച്ചൊരു രംഗം വേറെ പറയുന്നുണ്ട്. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമക്ക് എത്രത്തോളം ആഴത്തിൽ പാണ്ഡിത്യന്റെ ഗുണപ്പാൻ അയക്കണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജബർ മുക്കാബിലെ കണക്ക് പറഞ്ഞു കൊടുത്തില്ല. ഈ കണക്ക് കിണിഞ്ഞ കണക്കാ, പെട്ടെന്നൊന്നും കിട്ടൂല. ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഈ കണക്ക് ചെയ്തു വെക്കണം എന്ന് പറഞ്ഞൊരു പെൻസിലും കൊടുത്തു, കടലാസും കൊടുത്തു. താരിഖിലുണ്ട് ഈ സംഭവം. കൃത്യമായ ചരിത്രം ഞാൻ ഈ പറയുന്നത്, തെളിവ് തരാൻ കഴിയും. അങ്ങനെ അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. നോക്കുമ്പോൾ കടലാസും പെൻസിലും അങ്ങനെ തന്നെ ഉണ്ട്, അനങ്ങിയിട്ടില്ല. അപ്പൊ ലേശം ദേഷ്യത്തോടുകൂടി അദ്ദേഹം ചോദിച്ചു, ഞാൻ തന്ന കണക്ക് ചെയ്തില്ലേന്ന് ചോദിച്ചു. ശംസുലമ പറഞ്ഞു, ആ കണക്കിനൊക്കെ മനക്കണക്ക് ചെയ്യാനുള്ളൂ, ഞാൻ കൂട്ടിയാണ് അപ്പടികൾ പറഞ്ഞു കൊടുത്തു. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ അന്തം വിട്ടിങ്ങനെ ഇരുന്നു പോയി. വല്ലാത്തൊരു സംഭവമാണത്. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ പോലും അത്ഭുത പരതന്ത്രനായി. ഇത്ര വലിയ ആക്കിലായ മനുഷ്യനാണെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ആക്കിൽ അദ്ദേഹം വളരെ ഗൗരവമായിരുന്നു. സാധാരണക്കാരന്റെ ബുദ്ധിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരു തന്ത്രം അദ്ദേഹത്തിനുണ്ട്. ഏത് വിഷയത്തിനും അദ്ദേഹത്തിന്റെ മറുപടി വളരെ ഫിറ്റാണല്ലോ. എന്ത് വിഷയമാണെങ്കിലും ശരി, ഈ സമൂഹം പ്രതിസന്ധിയിൽ നിന്ന സമയത്തൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയോ, ഫാദർ ജോൺ ചങ്ങനാശ്ശേരി 40 പാതിരിമാരും, കൃത്യചരിത്രമാണ്. ഈ 40 പാതിരിമാരും റോമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായി നിലമ്പൂർ ഭാഗത്ത്, എടക്കര ഭാഗത്ത് വിഷറി പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചു. അവരാദ്യം വന്ന് യോഗം ചേർന്നത് വണ്ടൂരിലെ സാഹിബിന്റെ കരുണാലയം ആശുപത്രിയിലാണ്. നിങ്ങൾ ഇപ്പോഴും വണ്ടൂരിൽ പോയി ചോദിച്ചാൽ കരുണാലയം ആശുപത്രി എവിടെയെന്ന് ആൾക്കാർ പറഞ്ഞുതരും. സാഹിബിന്റെ കരുണാലയം ആശുപത്രിയിൽ യോഗം ചേർന്ന് യോഗത്തിൽ വെച്ച് അവർ അജണ്ട തയ്യാറാക്കി. പണം കൊടുത്തിട്ടും സ്വാധീനിച്ചിട്ടും ബൈബിൾ അറബി മലയാളത്തിൽ എഴുതിയിട്ടും പ്രചരിപ്പിച്ചുകൊണ്ട് മലയോരം കയറി പാതിരിമാർ, 40 പാതിരിമാർ, ലീഡർ ജോൺ ചങ്ങനാശ്ശേരി
ഏകദേശം അവർ അല്പ ദിവസം പ്രവർത്തിച്ചപ്പോഴേക്കും ചെറിയ മാറ്റം, 1-2 ആളുകൾ മാറി. കാരണം അതിന്റെ തലപ്പത്ത് ഫാദർ അലവിണ്ടായിരുന്നു മർക്കസുൽ ബിഷാരയുടെ മുമ്പിൽ. അങ്ങനെ കുറച്ച് ആളുകൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി, വീട് വെച്ച് തരാം, പണം തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാമത് ഇവർ കരുണാലയത്തിൽ യോഗം ചേർന്നപ്പോഴേക്കും വിഷയം റോമിലറിഞ്ഞ് മെസ്സേജ് വന്നു. അവരുടെ പാതിരിമാരെ അഭിനന്ദിച്ചു. എന്താ കാരണം? പെട്ടെന്ന് ഇത്ര വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ, എത്ര ഫണ്ട് വേണമെങ്കിൽ തരാം, ജില്ല മുഴുക്കെ ഈ പരിപാടി വ്യാപിപ്പിക്കണം. അതിശക്തമായി പാതിരിമാർ രംഗത്തിറങ്ങി. അപ്പോഴാണ് എടക്കരയിലെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ ആ പ്രദേശത്തെ മഹല്ല് ജമാഅത്തിന്റെ പ്രധാനികളുടെ യോഗം വിളിച്ചിട്ട് ആ യോഗത്തിൽ വെച്ചിട്ട് തീരുമാനിച്ചു, ഇതിനെ എതിർക്കാൻ എന്ത് വേണം. എല്ലാവരും പറഞ്ഞു, മിഷണറികളെ എതിർക്കാൻ ക്രിസ്ത്യാനിറ്റി പഠിച്ചൊരു മനുഷ്യനുണ്ട്, അത് വെള്ളിമാടുകുന്നിലെ ബഹുമാനപ്പെട്ട ശംസുലമയാണ്. അങ്ങോട്ട് പോയി. കാരണം അന്ന് ശംസുലമയുടെ കയ്യിൽ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ ഉണ്ട്, അതാരുടെ കയ്യിലുമില്ല. ശംസുലമ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാതിരി മുസ്ലിമായി കൺവേർട്ട് ചെയ്ത് വന്നു. ഈ പാതിരിക്ക് ഷെയ്ഖുനയാണ് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഷെയ്ഖുനയോട് ഈ പാതിരിക്ക് വലിയ മതിപ്പായി. അങ്ങനെ അയാൾ മുസ്ലിമായി അവിടെ വന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഷെയ്ഖുനാക്ക് അദ്ദേഹം സുറിയാനി ഭാഷയും പഠിപ്പിച്ചു കൊടുത്തു, സുറിയാനികളുടെ ഒരു ബൈബിളും കൊടുത്തു. ആ ഫാദർ പറഞ്ഞു അത്രേ, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ ഉപകാരമുണ്ടാകും. ഷെയ്ഖുനത് വാങ്ങിവെച്ചു. അങ്ങനെ അദ്ദേഹം ഈ സുറിയാനി ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എടക്കരയിൽ വന്നത്. നല്ല മനോഹരമായ വിവരണം ആ സുറിയാനി ഭാഷയിലെ ബൈബിളിൽ. അദ്ദേഹം പറഞ്ഞു, മർക്കസുൽ ബിഷാറെ കുറിച്ച് എന്ത് ബിഷാറത്താണത്, നരകം കൊണ്ടുള്ള ബിഷാറത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവവുമല്ല ദൈവപുത്രനുമല്ല, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി, അത് അള്ളാന്റെ പ്രവാചകനാ. ശരിക്കാണ് തെളിയിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തി യേശുവിനൊരു കുറ്റവും പറഞ്ഞില്ല. പക്ഷേ നിങ്ങളെ വിശ്വാസം പാളിയിരിക്കുന്നു, അത് ദൈവവുമല്ല ദൈവപുത്രനും അല്ല, അത് അള്ളാഹുവിന്റെ തിരുദൂതർ മാത്രമാണെന്ന് ശരിക്കാണ് ഫലിപ്പിച്ചു. ഇഞ്ചിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇഞ്ചിയിൽ അഥവാ ഞാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സുറിയാനി ഭാഷയുള്ള ബൈബിൾ, ഇതാണ് ബൈബിൾ, നിങ്ങളെ കയ്യിലുള്ള ബൈബിൾ ഇന്ന തെറ്റുണ്ട്, 1 by 1 ആയി ബൈബിളിൽ വന്ന കടത്തിക്കൂട്ടലുകൾ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. 40 പണ്ഡിതന്മാരും എഴുതിയെടുത്തു. പാതിരിമാർ സഭയിൽ പോയി ചോദിച്ചു, മറുപടിയില്ല. സുപ്രധാന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. മറുപടി പലതവണ കിട്ടാത്തത് കൊണ്ട് അവർക്ക് മെസ്സേജ് കിട്ടി, നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ആവർത്തിക്കണ്ട, നിങ്ങൾ മിഷണറി പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തിവെച്ച് വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞോളൂ, ഫണ്ട് അനുവദിക്കാം. ഫാദർ ജോൺ ചങ്ങനാശ്ശേരി നേതൃത്വം കൊടുക്കുന്ന 40 അംഗ സംഘത്തിലെ 35 ആളും മാറി ചിന്തിച്ചു. 35 പേര് ക്രിസ്ത്യാനിസം വിടാൻ തീരുമാനിച്ചു. ആദ്യത്തെ 5 പേർ മാറി മുസ്ലിമായി. അതിന്റെ തലവൻ ജോൺ മുണ്ടക്കലായിരുന്നു. ജോൺ മുണ്ടക്കൽ എഴുതുന്നു, ആദ്യത്തെ 5 പേര് മാറി, ഞാനായിരുന്നു എന്റെ ലീഡർ. ബാക്കി 35 പേരെ സ്വാധീനിച്ചു. അവരിൽ പലരും ചിതറിപ്പോയി. 40-ൽ 35 മനസ്സ് മാറുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ നോക്ക്, ഒരു മനുഷ്യന്റെ ദഴവത്തിന്റെ കട്ടിയാണത്. അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത നിഅമത്ത്. ഒരാളല്ല, അല്ലാഹു ബിക റജുലൻ വാഹിദ, ഒരു മനുഷ്യനെ നേർവഴിക്കാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അത് ദുന്യാവ് മുഴുവൻ കീഴടക്കിയതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ഗൗരവം നിങ്ങൾ ചിന്തിക്കണ്ടേ ഷെയ്ഖുനാന്റെ ഈ പ്രവർത്തനത്തെ. ആ മഹാനായ ഷെയ്ഖുന ശംസുലമ ചെയ്ത പ്രവർത്തനം അതാ. അള്ളാഹു ഈ കൊടുത്ത നിഅമത്ത് മറക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ ശരിക്കും അദ്ദേഹമാണ് പ്രസംഗിക്കുമ്പോൾ കണ്ണുകേനെ നോക്കിയിരിക്കുക പാതിരിമാർ. ഷെയ്ഖുനക്ക് വേറൊരു കഴിവുണ്ട്, മനുഷ്യനെ നോക്കിയാൽ പിന്നെ കണ്ണെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ഷെയ്ഖുനാന്റെ മുഖത്തെ കൊടുത്ത് നോക്കിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൈലി അതാ. ആര് ഷെയ്ഖുനായെ പറ്റിക്കാനും വഞ്ചിക്കാനും അതും പറ്റൂല. ആരെങ്കിലും ഷെയ്ഖുനായെ വഞ്ചിക്കുന്ന പണി ചെയ്താൽ അപ്പ പണി വയ്യാണ്ട്. ആ രീതിയിൽ അത്ര വലിയൊരു ഒരു കരുത്ത് അദ്ദേഹത്തിന്റെ നോട്ടത്തിനും പ്രവർത്തനത്തിനുണ്ടായിരുന്നു. വയനാട്ടിൽ ഏതോ ഒരു ഷെയ്ഖാൻ വലിയ എന്ന് പറഞ്ഞൊരു വീട്ടിലിരിക്കുമ്പോഴല്ലേ ഷെയ്ഖുന കയറിയത്. ഷെയ്ഖുന വയനാട് കയറി വരുന്ന അപ്പൊ ഇവൻ വലിയായിട്ട് വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിച്ച് ആൾക്കാരെ ഔദാര്യം നൂലും മന്ത്രമൊക്കെ ആയിട്ടിരിക്കുക. അപ്പോ ആ വീട്ടുകാരൻ എല്ലാവരും സ്നേഹിക്കുന്നതാണ്. ഷെയ്ഖുന ശംസുലമ വരുന്നുണ്ടായപ്പോ ആ വീട്ടിൽ ക്ഷണിച്ചു. അപ്പൊ ഇവൻ ലേശം ഭയം ഉണ്ടായി, എന്നാലും പേടിക്കാൻ പാടില്ലല്ലോ, ഷെയ്ഖുന വരില്ലേ, ഇവൻ വലിയ വലിയായിട്ട് അവിടെ അറിയപ്പെടാം, കള്ളനാ. അങ്ങനെ ഷെയ്ഖുന ശംസുലമ വന്നപ്പോ ഇവൻ ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവനെന്ത് വലിയ വലിയായിട്ട് അഭിനയിച്ചിട്ട് ഈ ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഈ ചായന്റെ ഗ്ലാസ് ഷെയ്ഖുനാന്റെ നേരാണ് നീട്ടി ഷെയ്ഖുന വരുമ്പോ ഷെയ്ഖുന പറഞ്ഞു, അരച്ചായ വേണ്ട, ഫുൾച്ചായ വരട്ടെ. അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിന് വീട് പൊട്ടി. അതുകൊണ്ട് അവന്റെ പരിപാടി തീർന്നുപോയി. അവനെ പിടിച്ച് പുറത്താക്കി ആൾക്കാരെ, അവന്റെ കള്ളി പൊളിച്ചത്തായി. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമന് മുമ്പിൽ ആരും അഭിനയിച്ചിട്ട് കാര്യമില്ല. ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, അപ്പ വീണു. ഒരൊറ്റ നോട്ടം ശരിക്കും ഇങ്ങനെ നോക്കിയാൽ വീണു. അദ്ദേഹത്തിന്റെ പ്രത്യേകത. അങ്ങനത്തെ ഒരു കഴിവ് പടച്ചറപ്പ് ബഹുമാനപ്പെടും. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ? കാരണം അത്ര വലിയ കഴിവ് ഞാൻ ആളെ വെച്ച് പറഞ്ഞുതരാം, നമുക്ക് വിശ്വസിക്കേണ്ടതാ. ബഹുമാനപ്പെട്ട ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വായന, ആദർശേരി അറിയില്ലേ? ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ ചുറ്റുമുടിയും വായനെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. പ്രസംഗിച്ചിട്ട് ചുറ്റുമുടിച്ചു പോകുമ്പോൾ നിങ്ങളെ ആ ജാതി പ്രസംഗം ആദർശേരി മുഹമ്മദ് കേട്ടിട്ടുണ്ടാവും. ആദർശേരി ഉസ്താദിനെ, ആദർശേരി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം എഴുതി വെച്ചത് ഒരനുഭവം, എന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നേരിട്ട് അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ സംഭവം?
ഒരു ദിവസം ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദ് ശംസുലമന്റെ വീട്ടുകൾ അത്യാവശ്യത്തിന് വേണ്ടി ഷെയ്ഖുനായെ കാണാൻ ചെന്ന ഒരു മസല പ്രശ്നം ചർച്ച ചെയ്യണം. ഷെയ്ഖുനാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഷെയ്ഖുനാന്റെ വീട്ടിലെ രംഗം എന്താണെന്നറിയോ? ഷെയ്ഖുനാന്റെ കൂട്ടുകാരൻ നമ്മൾ കൂട്ടുകാരൻ കന്നൂട്ടുകാരൻ. ഷെയ്ഖുനാക്ക് 2 കാളകളുണ്ടായിരുന്നു, മൂരികൾ. ആ 2 കാളകളെ മകൻ ഒരു ലാഭത്തിന് വേണ്ടി വേറെ 2 കാളകളായിട്ട് ഒത്തുമാറി. ആ 2 കാളകളെ കൊണ്ടുവന്ന് പൂട്ടുകാരൻ പൂട്ടാൻ കൊണ്ടുപോയി തിരിച്ചുകൊണ്ടിരാ. തിരിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിലാക്കി. പൂട്ടുകാരൻ പറഞ്ഞു, നമ്മൾ ഈ കാളകളെ മകൻ മാറ്റിയത് വെറുതെ ആയിപ്പോയി. ആ കാളകളിൽ ഒന്ന് തീരെ നടക്കൂല. അത് വയലിൽ ചെന്നാൽ കിടക്കും, അടിച്ചിട്ടും ദേഷ്യപ്പെട്ടും ഒന്നും കാര്യമില്ല, പണിയെടുക്കാതെ പറ്റില്ല, പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു. ആരോ പറ്റിച്ചതാണ്, നമ്മളത് നല്ല കാളയായിരുന്നു, അവിടെ വലിയ ബുദ്ധിമുട്ടായി, എന്താ ചെയ്യാന്ന് വെച്ചു. ഇത് പൂട്ടുകാരൻ ഷെയ്ഖുനായോട് പറയുന്ന രംഗത്താണ് ആദർശേരി ഉസ്താദാണ് ചെല്ലുന്നത്. അദ്ദേഹം പറയാം, ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞു, ഏതാണ് ആ കാളാന്ന് ചോദിച്ചത്. തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കൂട്ടുകാരൻ കാണിച്ചു കൊടുത്തു, ആ പുതിയ കാളയെ കാണിച്ചു കൊടുത്തു, തൊഴുത്തിൽ ആ കാളയെ കാണിച്ചു കൊടുത്തു. ഷെയ്ഖുന ആ കാളന്റെ നേരെ ചെന്നിട്ട് ആ കാളന്റെ കണ്ണുകൾ നോക്കി, കാള കണ്ണുകത്ത് ഇങ്ങനെ നോക്കി. കാളി ഷെയ്ഖുന് നേർക്കുന്ന ഒരു 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. ഷെയ്ഖുനാന്റെ ചുണ്ടത്ത് എന്തോ ഒരു മന്ത്രമുണ്ട്. ഒരു 2 മിനിറ്റ് നോക്കിയിരുന്ന് എന്തോ ഒരു മന്ത്രം ചൊല്ലിട്ട് ഷെയ്ഖുന പറഞ്ഞു, കൊണ്ടുപോയി പൂട്ടി നോക്കടാന്ന്. പൂട്ടുകാരൻ ആ കാളയെ കൊണ്ടുപോയി പൂട്ടി. ആദ്യത്തെ കാളയേക്കാൾ ഉഷാറിലിപ്പോ ഈ കാളയെ നടക്കണേ. ഒരു കാളയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിട്ട് അതൊരു തെർബിയത്താ. ആ ജാതി നോട്ടത്തിലൂടെ ആ ജീവിയെ പരിവർത്തിപ്പിക്കാൻ പഠിച്ചറബ് കഴിവ് കൊടുത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞതാരാ? ആദർശേരി മുഹമ്മദ് മുസ്ലിയാൻ. ഒരു കളവും പറയാതെ ഒരുപാട് വഴന്നു പറഞ്ഞതെന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് അന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഉപകാരമല്ല. ആ രീതിയിൽ ഈ ഉമ്മത്തിനെ ശരിക്ക് തെർബിയത്ത് ചെയ്യാൻ, ജീവികളെപ്പോലും ശരിക്ക് തെർബിയത്ത് ചെയ്യാൻ പ്രാഗൽഭ്യമുള്ളൊരു മഹാപണ്ഡിതരെന്ന് കണ്ണിയത്ത് ശംസുലമ മറക്കണ്ട. അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഇപ്പറഞ്ഞ സ്വഭാവമുള്ള ബഹുമാനപ്പെട്ട ശംസുലമ, അദ്ദേഹത്തിന്റെ മഹത്വമത. അദ്ദേഹത്തിന് ആരെയും നിങ്ങളറിയോ? നൂരിഷ എന്ന് പറയുന്നൊരു വ്യക്തി ജാമ്യയിൽ വന്നിട്ട് ജാമ്യാനൂരി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് നൂരിഷ എന്ന് എല്ലാവരും വലിയ ഷെയ്ഖ. ആ ത്വരീക്കത്തിൽ ഒരുപാട് ആൾ കൂടി. എത്ര ആളുകൾ നൂരിഷയെ ബഹുമാനിച്ചു ആദ്യകാലത്ത്. ഈ നൂരിഷ ഈ ബഹുമാനമൊക്കെ ഏറ്റുവാങ്ങുന്ന കാലത്ത് ഷെയ്ഖുന ശംസുലമന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിന്റെ തെളിവാണ് CKM സാദിഖ് മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു. സാദിഖ് ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. CKM സാദിഖ് മുസ്ലിയാർ പറഞ്ഞു, ഒരിക്കൽ നൂരിഷ ജാമ്യയിൽ വന്നു. നൂരിഷ ജാമ്യയിൽ വരുമ്പോ എല്ലാവരും നൂരിഷന്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരാ. ആ സമയത്ത് നൂരിഷ ജാമ്യയിൽ വരുമ്പോ ഷെയ്ഖുന ശംസുലമ ജാമ്യന്റെ പള്ളിയിൽ മസ്ജിദ് റഹ്മാനില് റഹ്മാനിയ മസ്ജിദിൽ ദർസ് എടുത്ത കിതാബുകൾ ദർസ് എടുത്ത. അപ്പൊ ഷെയ്ഖുന നൂരിഷ ക്യാമ്പസിൽ വന്ന എല്ലാവരും ഓടിക്കൂടും. അപ്പൊ ആരോ വന്നിട്ട് ഷെയ്ഖുനയോട് പറഞ്ഞു, നൂരിഷ വന്നിട്ടുണ്ട്. അപ്പൊ നൂരിഷ വന്നു പറഞ്ഞാൽ ഈ കിതാബ് നിർത്തിച്ചാൽ പോകണം. അങ്ങനെയാണ് അന്നത്തെ കണക്ക്. പക്ഷേ ഷെയ്ഖുന ശംസുലമ ദർസ് നിർത്തിയില്ല. ശംസുലമ ദർസ് നിർത്തിയില്ല എന്ന് മാത്രമല്ല, കുറെ സമയം ദർസ് തുടരുക. അവൻ നൂരിഷ പള്ളിക്ക് ഇങ്ങോട്ട് വന്നു. ദർസിന്റെ അടുത്ത് നൂരിഷ വന്ന് അവിടെ ഇരുന്നപ്പോ ഷെയ്ഖുന അങ്ങനെ ആംഗ്യം കാണിച്ചു. ഇരിക്കാൻ പറഞ്ഞു. സ്വീകരിച്ചില്ല. അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് ഇരുത്തിയിട്ട് പറഞ്ഞു, കിതാബിനെ കൈവച്ചിട്ട് സാദിഖ് മുസ്ലിയാർ പറഞ്ഞ വാക്ക് അങ്ങനെ കൈവച്ച് യഹാം തക്ക്, ഇവിടെ വരെ ഞാൻ ഓതി കൊടുക്കുന്ന യഹാം തക്ക് എന്ന് പറഞ്ഞ ദർസ് തുറന്നു. അത് വരെ എത്തിയിട്ട് ദർസ് നിർത്തി. പിന്നെ പോയി സ്വീകരിച്ചു. അതിന്റെ അർത്ഥം എന്താ? അന്ന് സംശയക്കാർ കണ്ടിരുന്നു എന്ന വിഷയം. ആളുകൾ മുഴുവൻ ബഹുമാനിക്കുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ ശരിക്കും അദ്ദേഹത്തിന് കാണാമായിരുന്നു. ആ നൂരിഷയെ പിന്നെ സമൂഹം തള്ളിപ്പറഞ്ഞു, സമത്തെ തള്ളിപ്പറഞ്ഞു, ആ ത്വരീക്കത്ത് തെറ്റാണെന്ന് പറഞ്ഞു. ശരിക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമക്ക് ഒരാളെ നോക്കിയിട്ടും കണ്ടിട്ടും മനസ്സറിയാനുള്ള കഴിവ് പടച്ചറബ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അന്ന് കൊടുത്ത കഴിവാ. അതിന് യാതൊരു കുറവും വിചാരിച്ചിട്ട് കാര്യമില്ല. ആ മഹാനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി 1996 വരെ. 96 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ 90 വർഷമായെങ്കിലും 90 വർഷത്തിനടുത്ത് 4 സെക്രട്ടറിമാരെ ഉണ്ടായിട്ടുള്ളൂ. 90 കൊല്ലത്തിന് 4 സെക്രട്ടറി. 3ാമത്തെ സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ. 4ാമത്തെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. ഇന്ന് രോഗിയാണ്. അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്തോടെ കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 സെക്രട്ടറിമാരെ 90 കൊല്ലമായിട്ടൊരു സംഘടന കൊള്ളൂ. അങ്ങനത്തെ സംഘടന വേറെ ഏതാ ദുനിയാവിലുള്ളത്? അത് തന്നെ സമത്തിന്റെ ഏറ്റവും വലിയ കറാമത്താണ്. ഞാൻ ചോദിക്കട്ടെ, 96 ഷെയ്ഖുന ശംസുലമ മരിക്കുമ്പോ 89 എങ്ങനെ പുതിയ സെക്രട്ടറി ഉണ്ടായത്? 89 എന്തിനാ പുതിയ സെക്രട്ടറി ഉണ്ടായത്? എന്തിനാ 89 പുതിയ സമത്തുണ്ടാക്കിയത്? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുടെ മനസ്സിലുള്ളൊരു തോന്നൽ എന്താണെന്നറിയോ? ആ തോന്നലിന്റെ അടിസ്ഥാനം ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ശരിക്കത് റീഡ് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ അളന്നാലും മനസ്സിലാവും. 1989 പുതിയ സമത്ത എന്ന് പറഞ്ഞൊരു സംഘടന നിലവിൽ വരുന്നത്. 6 പേരെ സമത്തിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലത്തിൽ പുതിയ പേര് വരുന്നത്. 1989 നിന്ന് 2016 26 കൊല്ലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 26 കൊല്ലായി. ഈ 26 കൊല്ലത്തിന്റെ കൂടെ 89 ഈ സംഭവം നടക്കുമ്പോൾ ഒരു 15 വയസ്സെങ്കിലും ഇല്ലാത്ത ആൾക്കത് മനസ്സിലാവുമല്ലോ. 89 15 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് സ്വാഭാവികമായി 42 വയസ്സായിട്ടുണ്ടാവും. 42 വയസ്സായിട്ടുണ്ടാവും.
അപ്പൊ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇത് രണ്ടായി എന്നറിയില്ല. സത്യത്തിൽ രണ്ടായിട്ടില്ല, 6 ആളെ പുറത്താക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ 40 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ മനസ്സിലാക്കണം എന്താ, രണ്ടും സമസ്ത, രണ്ടും മുസ്ലിയാക്കന്മാര്, അവിടെയും താടി ഇവിടെയും താടി, അവിടെയും തലയിക്കെട്ട് ഇവിടെയും തലയിക്കെട്ട്, ഇതൊക്കെ കണക്കന്നെ. ഒരു നിലക്കും അത് രണ്ടും ഒന്നുവെച്ച് കൂട്ടി പറയാൻ പറ്റൂല. എന്താ കാരണം? അതിന്റെ കാരണം ഞാൻ അടിസ്ഥാനപരമായി പറയാം. ഞാൻ പറഞ്ഞ ഈ 2 മഹാന്മാരെ നിങ്ങൾ കേട്ടല്ലോ, ആ മഹാന്മാർക്ക് തുല്യം നിൽക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ടായിട്ടുണ്ടോ? ഈ 2 മഹാന്മാർക്ക് എന്ത് തെറ്റാ പറ്റിയത്? ഇതിന്റെ മകനോട് ചില പേരുക വേറെ മാർഗം നമുക്കില്ലല്ലേ, ആയിക്കോട്ടെ ഒന്ന് തുടങ്ങാം. ഇനി എന്താ വേണ്ടു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ എല്ലാരേ, ഇന്നും നാളെ ഉണ്ടോ പരിപാടി? നാളെ കൂടെ ഇല്ലേ? 2 ദിവസം കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു 100 രൂപയെങ്കിലും ഇട്ടേക്ക്. ബിസ്മില്ല. ഞാൻ ഈ പറയുന്ന മഹാന്മാരുടെ ഹക്ക് ജാത്ത് ബർക്കത്ത് കൊണ്ട്, നമ്മൾ ഈ കൊടുക്കുന്ന പൈസന്റെ ബർക്കത്ത് കൊണ്ട് മരണം വരെ ഒരാളും മുമ്പിൽ കൈ നീട്ടേണ്ട ഗതി പഠിച്ചപ്പോൾ നമുക്ക് ഇല്ലാതാക്കി തെരുമാറാവട്ടെ. ആ നെയ്യത്തിൽ കൊടുത്തോളി, ശംശനമാരുടെ ബർക്കത്തുകൊണ്ട് നടക്കുന്നതായി മനസ്സിലാക്കണം. നന്നായിട്ട് കൊടുത്തോളി, ഒരു കുറവും വരുത്തണ്ട. ഏറ്റവും മോശപ്പെട്ട പൈസ എടുത്ത് കൊടുക്കണ്ട, അത്യാവശ്യം നല്ല പൈസ എടുത്ത് കൊടുത്തോളി, അതിൽ ബർക്കത്തുണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ വിഷയത്തിലേക്ക്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ശരിക്കും നോക്കി നോക്ക്. എന്തിനാ 89-ൽ ഇവർ വേറെ സംഘടനയായി പോയത്? ഇവർക്ക് വേറെ സംഘടന ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റെന്താ? ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് സമത്വയുടെ വ്യവസ്ഥാപിത നയത്തിൽ നിന്ന് വ്യതിചരിച്ചു എന്നുള്ളതാണ്. എന്താണ് സമത്വയുടെ വ്യവസ്ഥാപിത നയം? സമത്വയുടെ വ്യവസ്ഥാപിത നയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല, തെരഞ്ഞെടുപ്പിൽ തീർത്തും ഇടപെടാറില്ല. തെരഞ്ഞെടുപ്പ് വരും, മത്സരിക്കും, ജയിക്കും. താല്പര്യമുള്ളവർ വോട്ട് ചെയ്യും, താല്പര്യമില്ലാത്തവർ വോട്ട് ചെയ്യൂല. താല്പര്യമുള്ളവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും, താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കൂല. അവനവന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്കും പ്രവർത്തിക്കാന്നുള്ള സമത്വയുടെ നയം. നിങ്ങൾക്ക് താല്പര്യമുള്ള പാർട്ടിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ബാഫക്കി തങ്ങൾ സമത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നു, ബാഫക്കി തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു. പൂക്കോയ തങ്ങൾ സമത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നു, പൂക്കോയ തങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മുസ്ലിം ലീഗിന്റെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു, സമത്വയുടെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു. ശംശനം ഒരു കാലത്ത് കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിച്ചിരുന്നു. ഇതൊന്നും സമത്വയെ ബാധിച്ചിട്ടില്ല. രാഷ്ട്രീയമില്ലാത്തവരും സമത്വയിലുണ്ട്, രാഷ്ട്രീയമുള്ളവരും സമത്വയിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമത്വക്ക് അത് ചർച്ചയല്ല. എന്താ കാരണം? സമത്വ ആത്മീയ സംഘടനയാണ്. ഭൗതിക കാര്യങ്ങൾ സമത്വ ഇടപെടാറില്ല. സമുദായത്തെ ബാധിക്കുന്ന വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ സമത്വ പ്രതികരിക്കും. ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ പുതിയൊരു ചിന്താഗതി കൊണ്ടുവന്നത്? സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനെയും SYSനെയും ദുരുപയോഗം ചെയ്യല്ലേ ചെയ്തത്? സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ജാമിയല്ല. അതിന്റെ പ്രഥമ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ 79-ൽ അതിന്റെ പ്രസിഡന്റ്ഷിപ്പ് രാജിവെച്ചു. പാണക്കാട് തങ്ങൾ എന്തിനാണ് സുന്നി സംഘടന തലപ്പത്ത് രാജിവെക്കുന്നത്? രാജിവെക്കാൻ കാരണം തങ്ങളെ പീഡിപ്പിച്ചു, തങ്ങൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് തങ്ങളെ അകറ്റി. രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ ചെയ്ത പണിന്താ? രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി. സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മത്സരിക്കുമ്പോൾ പ്രത്യേകമായി സുന്നിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയും ചില ആളുകളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു സമീപനം സമത്വയിൽ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ തോൽപ്പിക്കുക, ജയിക്കുന്നത് ആരായാലും അവർക്ക് പ്രശ്നമില്ല. ആര് ജയിച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവർ സുന്നികളുടെ പേരാ പറയാ. ഉദാഹരണം AV അബ്ദുറഹ്മാൻ ഹാജി ഒരു ഉദാഹരണമാണ്. AV അബ്ദുറഹ്മാൻ ഹാജി മേപ്പയൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത്. AV അബ്ദുറഹ്മാൻ ഹാജി മുജാഹിദിന്റെ നേതാവാണ്, തർക്കമില്ല. AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ പോരെ, അതല്ലേ സമത്വന്റെ നയം? അല്ല, വോട്ട് ചെയ്യേണ്ടവർ ചെയ്തോട്ടെ. ഇവർ AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണം, സമത്വയുടെ അഭിമാനമാണ് എന്ന് പ്രസംഗിച്ചു. സമത്വയുടെ അഭിമാനമാണ് AV തോൽക്കണം എന്നവർ പ്രസംഗിച്ചു. നമ്മുടെ ആളുകൾ അവിടെ പോയി മൈക്ക് കെട്ടി പറയേണ്ടി വന്നു, നിങ്ങൾ എന്തിനാ AV അബ്ദുറഹ്മാൻ ഹാജിനെ തോൽപ്പിക്കാൻ സമത്വന്റെ പേര് പറയുന്നത്? നിങ്ങൾക്കാളെ തോൽപ്പിക്കണമെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക, പ്രസംഗിച്ചു. സമത്വന്റെ പേര് പറയണ്ട. കാരണം സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റിട്ടൊരു ലാഭം കിട്ടാനില്ല. എന്താ കാരണം? AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റാൽ എതിർ സ്ഥാനാർത്ഥി ജയിക്കും. എതിർ സ്ഥാനാർത്ഥി ആരാ? കണാരൻ. കണാരൻ ജയിച്ചിട്ട് എന്താ സമത്വക്ക് ലാഭം? കണാരൻ ജയിച്ചിട്ട് സമത്വക്ക് എന്താ ഗുണം? AV ജയിച്ചിട്ട് സമത്വ ഗുണമില്ലേ? എന്നാ കണാരൻ ജയിച്ചാലും ഗുണമില്ല. അപ്പൊ നമ്മളിൽ ഇടപെടേണ്ട, അതല്ലേ ശരി? ഈ ഒരു സമീപനമാണ് സമത്വ പണ്ടേ സ്വീകരിച്ചത്. ഈ സമീപനത്തിനെതിരെ നമ്മുടെ ഈ മുമ്പിൽ പോലെ അവർ കുഴപ്പമുണ്ടാക്കിയില്ലേ? ഈ കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിൽ PCD ഹാജി മത്സരിക്കുമ്പോൾ അവരെന്താ ചെയ്തത്? സമത്വയുടെ SSFന്റെ കൂടി ഇങ്ങനെ കെട്ടിട്ട് കൊണ്ടോട്ടി അങ്ങാടിൽ ജീപ്പിന്റെ മുകളിൽ കയറി പ്രസംഗിച്ച് ഞാൻ നേരിട്ട് കണ്ടതാ. CD ഹാജിയെ തോൽപ്പിക്കണം, സമത്വയുടെ നയമാണ് എന്നാ പറഞ്ഞത്. സമത്വക്ക് അങ്ങനെ നയം ഉണ്ടായിരുന്നില്ല. സമത്വയുടെ നയം എന്തേ ഉള്ളൂ? വോട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യേണ്ടാത്തവർ ചെയ്യണ്ട. അങ്ങനെ ഒരു നയം സമത്വക്കില്ല എന്ന് സമത്വ പറഞ്ഞു. KV മുഹമ്മദ് മുസ്ലിയാർ സമത്വയുടെ ജനസെക്രട്ടറിയാ. അന്നൊന്നും ശംശുറമിന്റെ അടുത്ത് പോയാൽ പ്രതികരിക്കില്ല. ശംശുറമ അന്ന് ഇന്നും അങ്ങനെ പത്രക്കാരെ കാണാനോ പ്രതികരിക്കാനോ പോകില്ല. KVന്റെ അടുത്ത് പോയിക്കോന്ന് പറയും.
കെ.വി. മുഹമ്മദ് ഹുസൈനടുത്ത് പത്രക്കാർ വന്ന് ചോദിച്ചു, സീതിയാജിയെ തോൽപ്പിക്കാൻ സമത്വ തീരുമാനമെടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. കെ.വി. പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പത്രക്കാർക്ക് വാർത്ത ഉണ്ടാക്കണല്ലോ. ഒരു വിദഈ പ്രസ്ഥാനക്കാരനെ സമത്തെ എതിർക്കണ്ടേ? വിദഗ്ധക്കാരെ സമത്തെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞു കെ.വി. സാദ്. എന്നാ പിന്നെ സീതിയാജിയെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നില്ല? കെ.വി. സാദ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, അയാൾ ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയും മൗലൂദും ചർച്ച ചെയ്യാനല്ല അയാൾ പോകുന്നത്, അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ സമത്വക്ക് കാഴ്ചപ്പാടില്ല. ആര് ജയിച്ച് നിയമസഭയിൽ പോകുന്നു എന്നതല്ല സമത്വം നോക്കുന്നത്. ആ ഒരു സമീപനം ഈ സമൂഹത്തിൽ ആദ്യം ഈ രാഷ്ട്രീയമായ വൈരം കൊണ്ടുവന്നത് ഇവരാ. ആ വൈരം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് മൂർച്ഛിച്ച് അവസാനം സമത്വയുടെ നേതാക്കളെ ധിക്കരിക്കുന്നിടത്ത് വരെ കാര്യത്തിൽ. ഇതിന്റെ പേരിൽ അവരെ പുറത്താക്കിയില്ല. ഇതിന്റെ പേരിൽ അവരെ പുറത്താക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല. എന്തിനാണ് അവരെ പുറത്താക്കിയത്? അവരെ പുറത്താക്കിയത് 988 ഡിസംബർ മാസം 1-ാം തീയതി വിളിച്ചു ചേർത്ത മുഷാവറക്കെതിരെ കോടതിയിൽ അവർ കേസ് കൊടുത്തു. സമത്വക്കെതിരെ കേസ് കൊടുത്ത് ആദ്യമായിട്ടാണ്, സമത്വയിലൂടെ വളർന്നു വന്നവരാണ് സമത്വക്കെതിരെ കേസ് കൊടുക്കുന്നത്. കേരളത്തിൽ ഒരുപാട് വിദഗ്ധ സംഘടനകളുണ്ട്. ഇവിടുത്തെ RSSകാരോ BJPക്കാരോ KNMകാരോ ജമാഅത്തുകാരോ സമത്വക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. സമത്വക്കെതിരെ കേസ് കൊടുത്തത് ഇവരാണ്. ആദ്യമായിട്ട് കേസ് കൊടുത്തിട്ട് കോടതിയിൽ അവർ വാദിച്ചെന്താ? 3 കാര്യമാണ് അവർ കോടതിയിൽ വാദിച്ചത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കേൾക്കണം. ഇവർ കോടതിയിൽ വാദിച്ചത് 3 കാര്യമാണ്. എന്താ 3 കാര്യം? എന്റെ ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തെ ന്യായീകരിക്കുന്ന, സത്യം അറിയാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത അന്ധമായ വൈരനിര്യാതന ബുദ്ധി വെച്ച് പുറത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, കൃത്യമായി മനസ്സിലാക്കുക. 3 കാര്യമാണ് കോടതിയിൽ അവർ പറഞ്ഞത്. 1, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. ഇപ്പോഴുള്ള നേതാക്കളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സമത്വയുടെ പ്രവർത്തനം റിസീവറെ ഏൽപ്പിക്കണം. സമത്വന്റെ പ്രവർത്തനം നിർത്തുക. ഇപ്പോഴത്തെ നേതാക്കളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സമത്വന്റെ പ്രവർത്തനം റിസീവറെ ഏൽപ്പിക്കണം. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുമോ? ആരാണ് അന്ന് സമത്വയുടെ നേതാക്കൾ? ഒന്ന് കണ്ണിയത്ത് ഉസ്താദ്, ഒന്ന് ശംസുലമ. ആ 2 മഹത്തുക്കളെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സുന്നത്തെ മാറ്റാ? ആ 2 മഹാന്മാർ, ഞാൻ അവരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞ, പടച്ചവൻ ഇത്ര പേടിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്. ഒരു തെറ്റ് പോലും കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞുകൊണ്ട് ചെയ്യൂല, പടച്ചറപ്പത്തേക്ക് കാക്കും. ആ മഹാനായ മനുഷ്യൻ ഒരു തെറ്റിലേക്ക് പോകൂല. ഒരിക്കലൊരു പള്ളിയിൽ അദ്ദേഹത്തിന് തുപ്പാൻ വേണ്ടി പള്ളി ജീവനക്കാരൻ ജനൽ തുറന്നു കൊടുത്തു. തുപ്പാൻ അത് കിബിലയുടെ ഭാഗമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ തുറന്നു കൊടുത്താലെ കൈക്കൊരു അടി കൊടുത്തിട്ട് പറഞ്ഞുത്രേ, എടാ നീ എന്നെ പഴപ്പിക്കാൻ തീരുമാനിച്ചാലും പടച്ചോനെ പഴപ്പിക്കൂല. പടച്ചോന്റെ ഒരു ഹിഫ്ദ് എനിക്കുണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനത്തെ മനുഷ്യന് പഴക്കൂല എന്ന് ഉറപ്പാ. ആ മനുഷ്യനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കോടതിയിൽ എഴുതി കൊടുത്താൽ, സമത്വന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തനം റിസീവറെ, അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം എന്നതിന്റെ അർത്ഥം. അത് ശരിയല്ല എന്ന് നമുക്ക് മുഴുവൻ അറിയാം. ഈ ഒറ്റ കാരണത്താൽ സമത്വ കേരള ജംഇയ്യത്തുലമക്കെതിരെ കേസ് കൊടുത്തവരെ സമത്വ കേരള ജംഇയ്യത്തുലമ നിയന്ത്രിച്ചു. അവരെ സമത്വ കേരള ജംഇയ്യത്തുലമയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനമുണ്ട്. സമത്വ വേണ്ടാന്ന് പറയുന്ന സമ്മേളനം എറണാകുളത്ത് നടത്തി. ഈ 2-3 കാരണങ്ങൾ ഒന്നിച്ചു വന്നപ്പോ സമത്വയുടെ ധിക്കാരികളായ ഈ പ്രവർത്തകരെ ഒരു സംഘടന എന്ന രീതിയിൽ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കി. അതിൽ ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയ കളി. സമത്വ ഇന്നേ വരെ രാഷ്ട്രീയം കളിക്കാൻ പോയിട്ടില്ല. 1. രണ്ടാമത്തേത്, സമത്വ കേരള ജംഇയ്യത്തുലമക്കെതിരെ കേസ് കൊടുത്തു. 3-ാമത്തേത്, എറണാകുളത്ത് സമ്മേളനം നടത്തേണ്ടതില്ല എന്ന് സമത്വ തീരുമാനിച്ചപ്പോൾ അവർ സമ്മേളനം നടത്തി. 4-ാമത്തേത്, സമത്വ എടുത്തൊരു തീരുമാനമായിരുന്നു ശരീഅത്ത് പ്രശ്നത്തിൽ ഒന്നിച്ചു നിൽക്കാൻ. എന്താ കാരണം? ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശരീഅത്തിനെ ചോദ്യം ചെയ്തു YB ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരു ജഡ്ജി, അദ്ദേഹത്തിന്റെ വിധി പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തെടുത്തുകൊണ്ട് നിലവിലുള്ള നിയമത്തെ മറികടന്നിട്ടായിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ ശരീഅത്തിന്മേൽ കോടതിക്ക് കൈവക്കാമെന്നൊരു പുതിയ നയത്തിലേക്ക് ഈ വിധി കൊണ്ടുവന്നപ്പോ, സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നാൽ അതിനെ മറികടക്കാൻ പാർലമെന്റ് നിയമമാണ്. അന്നത്തെ പാർലമെന്റിൽ ഗുലാം മഹമ്മൂദ് ബനാത്വാല എന്ന മെമ്പർ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വികാര നിർഭരമായി മുസ്ലിങ്ങളുടെ ശരീഅത്ത് സംരക്ഷിക്കണം എന്ന് വാദിച്ചു. സദസ്സ് ശ്വാസം അടക്കി പിടിച്ച് കേട്ടു. രാജീവ് ഗാന്ധി പോലും ബനാത്വാല എന്ന് പറയുന്ന വ്യക്തി പഠിച്ചവതരിപ്പിക്കുന്ന ആളാണ്. ലൈബ്രറിയിൽ പോയി മണിക്കൂറുകൾ ചെലവഴിച്ച് പഠിച്ച് നിയമങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു നിയമ പണ്ഡിതന്റെ ചാരുതയോടെ അവതരിപ്പിച്ചപ്പോ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, നിങ്ങൾ അവതരിപ്പിച്ച ബില്ല് മനോഹരമായിട്ടുണ്ട്, മുസ്ലിം സമൂഹത്തിന്റെ വികാരമാണതെങ്കിൽ നിങ്ങൾ അത് സ്വകാര്യ ബില്ലായി കൊണ്ടുവരണ്ട, അത് സംരക്ഷിക്കാൻ എന്റെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. രാജീവ് ഗാന്ധി. പക്ഷെ എനിക്ക് ബനാത്വാല ഒരു കാര്യം അറിയണം, നിങ്ങളുടെ ഈ വികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഈ പറയുന്നതാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ വികാരം, അതോ നിങ്ങളുടെ രാഷ്ട്രീയ വികാരമാണോ ഇത്? ബനാത്വാല സാഹിബ് പറഞ്ഞു, ഇത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഒരു വികാരമാണ്. രാജീവ് ഗാന്ധി പറഞ്ഞു, ഞാനത് പരിശോധിക്കട്ടെ.
രഹസ്യാന്വേഷണ വകുപ്പിന് നിർദ്ദേശം കൊടുത്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരീഅത്ത് പ്രശ്നത്തിൽ വൈബി ചന്ദ്രകൂടിന്റെ വിധിക്കൊപ്പമാണോ അതോ ബനാത്ത് വാല കൊണ്ടുവന്ന ഈ വികാരത്തിന്റെ ഒപ്പമാണോ? അപ്പോഴാണ് ഈ പ്രശ്നം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഏറ്റെടുത്തത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അധ്യക്ഷൻ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹബ്, അദ്ദേഹം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറായ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനോട് പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരം രാജീവ് ഗാന്ധി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അവരുടെ വൈകാരികത ഈ ശരീഅത്ത് നിയമം സംരക്ഷിക്കണം എന്നിടത്താണ് വൈബി ചന്ദ്രചൂഡിന്റെ വിധിക്ക് എതിരാണെന്ന് തെളിയിക്കണം. അതിന് ഏറ്റവും പറ്റിയ ഒന്ന് കേരളമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിതരും ബോധമുള്ളവരുമാണ്. അവരുടെ ഏറ്റവും വലിയ മതസംഘടന സമത്വയാണ്. അതിന്റെ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് എന്റെ സബ്വേഷൻ കൈമാറി കോഴിക്കോട്ടൊരു യോഗം നടത്താൻ അദ്ദേഹത്തിന്റെ പിൻബലം വേണം. നമ്മൾ പോയി യോഗം നടത്തിയിട്ട് കാര്യമില്ല, സമത്വയുണ്ടെങ്കിൽ ജനകീയമാകും. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ നിർദ്ദേശവും കൊണ്ട് സേഡ് സാഹിബ് നേരെ വെള്ളിമാട് കുന്നിൽ വന്നു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടല്ല സേഡ് സാഹിബ് വന്നത്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ മെമ്പർ എന്ന രീതിയിൽ. ശംസുലമയോട് കാര്യം പറഞ്ഞു. ശംസുലമക്ക് പെട്ടെന്ന് ബോധ്യമായി, ഇന്ത്യയുടെ നിയമവകുപ്പ് പരിശോധിക്കുന്ന ഈ വിഷയത്തിൽ രഹസ്യാന്വേഷണ വകുപ്പിന് മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു തെളിയിച്ചു കൊടുക്കണം. അങ്ങനെ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വമ്പിച്ചൊരു പൊതുസമ്മേളനം വെച്ചു. ആ പൊതുസമ്മേളനത്തിൽ ശൈഖുന സഹകരിച്ചു. സമത്തക്കാരൊക്കെ കൂടി. അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഓർമ്മയുണ്ട് ശൈഖുന അന്ന് പ്രസംഗിച്ച പ്രസംഗം. എല്ലാ വിഭാഗം ആളുകളുമുണ്ട്, മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളുമുണ്ട്. ആ സംഘടനകളെ ഒക്കെ ഇരുത്തിക്കൊണ്ട് ശൈഖുന പറഞ്ഞു, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ മദ്ഹബ് അംഗീകരിക്കാത്തവരുണ്ട്, അംഗീകരിക്കുന്നവരുണ്ട്. എന്നാൽ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായ ഞങ്ങളെല്ലാവരും ഇന്ത്യയിലെ മുസ്ലിമിന്റെ ശരീഅത്ത് സംരക്ഷിക്കണം എന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. ഈ ശരീഅത്താകട്ടെ മദ്ഹബിന്റെ ശരീഅത്താണ്. അപ്പൊ മദ്ഹബ് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മദ്ഹബ് ഇല്ലാത്തവൻ ഇങ്ങോട്ട് വരുത്തിക്കുക. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കുറവും ആ പ്രസംഗത്തിനില്ല. പക്ഷേ ശൈഖുന ശംസുലമ സുന്നത്ത് ജമാഅത്ത് കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞ നാടാകെ പ്രസംഗിച്ചു. നാടാകെ ശൈഖുന എതിർത്തു. ശംസുലമക്ക് ഒരു തുറന്ന കത്ത് എന്ന പുസ്തകം എഴുതി. ഇന്നും ആ പുസ്തകം വായിച്ചു നോക്കും. ശംസുലമന്റെ ഈമാൻ തെറ്റിപ്പോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. ശംസുലമക്ക് ഈമാനില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന അതേ പദം എഴുതിയിട്ടില്ലെങ്കിലും സത്യത്തിൽ നിന്ന് ശൈഖുന വ്യതിചരിച്ചു എന്ന് കൃത്യമായി ഇതിന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞ വാക്കൊക്കെ? ഒരു വലിയ ആരിഫുമായ ബഹുമാനപ്പെട്ട ശൈഖുനയെ കുറിച്ചാണ് പറഞ്ഞത്. ശൈഖുന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് മുമ്പിൽ നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന വേറെ എന്തൊക്കെ പ്രശ്നത്തിൽ ഇവർ ഒന്നിച്ചെന്നു? ഒരുപാട് പ്രശ്നത്തിൽ പിന്നെ ഇവർ കൂടുന്നില്ലേ? ഒരുപാട് പ്രശ്നത്തിൽ ഇവർ പിന്നെ ഇതുപോലെ മറ്റുള്ളവരുമായി സഹകരിച്ചില്ലേ? സെമിനാറിൽ പങ്കെടുത്തില്ലേ? സിമ്പോസിയത്തിൽ പങ്കെടുത്തില്ലേ? മുസ്ലിങ്ങളെ ശരീഅത്തിന്റെ പ്രശ്നത്തിൽ ശൈഖുന പങ്കെടുത്തപ്പോൾ അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല എന്നാ പറഞ്ഞത്. അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല. ഈ ഒരു ആരോപണം സമത്വക്കെതിരെ ഉന്നയിച്ചു. ശൈഖുനായ തെറി പറഞ്ഞു. പുറത്താക്കണ്ടേ അവരെ? 6 പേരെ സമത്തിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയമാക്കി പുറത്താക്കി. ആ 6 പേരാണ് ഇതിന് നേതൃത്വം കൊടുത്തതും എറണാകുളത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ 6 പേർക്ക് മാപ്പ് പറഞ്ഞു വരാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവരെ 89-ൽ പുറത്താക്കിയപ്പോൾ മാപ്പ് പറയുന്നതിന് പകരം കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്കും ഒരു സമത്വം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും സമത്ത എന്ന് പേരിട്ടൊരു സംഘടന ഉണ്ടാക്കി. അരവിന്ദാക്ഷമേനോൻ അന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, സമത്വ കേരള ജംഇയ്യത്തുൽ മുഷാവറയുടെ മിനിമം ക്വാറം യോഗം ചേരണമെങ്കിൽ മിനിമം 10 ആള് വേണം. നിങ്ങൾ 6 ആളേ ഉള്ളൂ. 40 മെമ്പർമാരിൽ 30 പേരില്ലെങ്കിൽ യോഗം ചേരാം. പക്ഷെ 31 ആളില്ലെങ്കിൽ യോഗം ചേരാൻ പറ്റില്ല. 9 ആളെ ബാക്കിയുണ്ടാവും. 10 ആളുണ്ടെങ്കിൽ യോഗം ചേരാൻ പറ്റൂ. നിങ്ങൾ 6 അല്ലേ ഉള്ളൂ, ഒരിക്കലും 10 ആകില്ല. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും സമത്താന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കൺഫ്യൂഷന് വേണ്ടി നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്ക് സമത്താൻ. അപ്പൊ ഒരു സമൂഹത്തിൽ ഏതാണ് സമത്താൻ തിരിയാത്തൊരവസ്ഥ വരും. സിവിൽ കേസാണ്, കേസ് കുറെ കാലം നീണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഈ നയം സ്വീകരിക്കലാണ് നല്ലത്. അങ്ങനെ അവർ സമത്ത എന്ന പേര് അരവിന്ദാക്ഷമേനോന്റെ ഉപദേശപ്രകാരം സ്വീകരിച്ചു. മഹല്ലത്തിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കത്തക്ക രീതിയിൽ മദ്രസയ്ക്ക് ചുമര് വെക്കാനും നമ്മുടെ മഹല്ലത്തിൽ അടിപിടി ഉണ്ടാക്കാനും ഇന്നും നമ്മുടെ മഹല്ലത്തിൽ പ്രശ്നമുണ്ടാക്കാനും ഈ പേര് അവർ ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണിയത്ത് എന്ത് തെറ്റാ ചെയ്തത്? ശംസുലം എന്ത് തെറ്റാ ചെയ്തത്? മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളൊക്കെ എന്ത് പാളിച്ചയാ വന്നത്? എന്തിനാണ് ഈ സംഘടനയും കൊണ്ട് അവർ നടക്കുന്നത്? ആ സംഘടന പിറവിയെടുത്ത ശേഷം ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നും നിങ്ങളൊന്ന് മനസ്സിലിട്ട് തൂക്കി നോക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട, പക്ഷെ ഉള്ളത് പറയാലോ. അവരെ സംഘടന വന്ന ശേഷം ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാ? ഒന്ന് നിങ്ങൾക്കറിയാം, കുവൈത്തിൽ പോയി കരാർ ഒപ്പിട്ടു. അങ്ങനെ ഒരു വിവാദം സമത്വം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു വിവാദം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കുവൈത്ത് കരാർ സമത്വക്ക് അനുകൂലമായിരുന്നോ? നിങ്ങൾ പറ. അത് കഴിഞ്ഞവർ ഈ സമൂഹത്തിൽ പുതിയൊരു തീരുമാനം, കാദിമാരെ നിയമിച്ചു. എന്തിനാ നമുക്ക് കാദിമാർ ജില്ലാടിസ്ഥാനത്തിൽ? സർക്കാർ ഗവർണർമാരെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത് പോലെ, ജില്ലാ കളക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലക്കും ഓരോ കാദി. പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാസമുറപ്പിക്കുന്നത് കേട്ട് മാസമുറപ്പിച്ചവരാ നമ്മൾ.
കോഴിക്കോട് സെയ്ദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോ തങ്ങൾ മാസമുറപ്പിച്ചത് കണ്ടുകൊണ്ട് മാസമുറപ്പിച്ചവരാ നമ്മളും ഒരു ശിഹാബ് തങ്ങളെ തലക്കും ഇതൊരു ജില്ലാകാതെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉളുപ്പുള്ള പണിയാണോ അത്? പാണക്കാട്ട തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പാണക്കാട്ട തങ്ങളെ മേലൊരു കാതിയോ ജില്ലയിൽ? എന്ത് കളിയായത്? കോഴിക്കോട് സെയ്ദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തങ്ങളെ മേലൊരു ജില്ലാകാതിയോ? കാതിയെ വെച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ പെരുന്നാളും നോമ്പും രണ്ടാക്കി. ഒരു സമുദായത്തിന്റെ പെരുന്നാളും നോമ്പും രണ്ടാക്കി. നിങ്ങൾക്കറിയോ, ഇക്കഴിഞ്ഞ പരിശുദ്ധമായ പെരുന്നാളിന്റെ അന്ന് പൂങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് അരീക്കോട്ട് മാസം കണ്ടവർ ഹയാത്തോടുകൂടി ഇയാളെടുത്ത് നേരെ ചെന്നു. അയാളെന്താ പറഞ്ഞത്? നിങ്ങൾ പാണക്കാട്ട് പോയിട്ട് ഉറപ്പിച്ചോടി. അതെ, ഞാൻ ഉറപ്പിച്ചാ ഉറക്കൂലാന്ന് ശരിക്കാണ് ബോധ്യമായിട്ടുണ്ട്. അത് ബോധ്യമായി. എന്താ ഈ ബുദ്ധി അന്നുണ്ടായില്ല? എന്തിനാണ് ഈ സമൂഹത്തിൽ ഈ ഫിത്തനുണ്ടാക്കിയത്? അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്ത ഓരോ പ്രവർത്തനം നോക്ക്. നമ്മുടെ സമൂഹത്തിൽ പണ്ഡിതന്മാരുടെ മേശപ്പുറത്ത് ഒതുങ്ങേണ്ട കേസ് ഒരു തൊലാക്ക് വിവാദം, വളപുരം തൊലാക്ക്, ചെറുശ്ശേരി സ്ഥാനം മാനം കെടുത്താൻ വേണ്ടി നാട്ടിലാകെ ചർച്ചയാക്കി. ദുന്യാവാകെ ചർച്ച. തൊലാക്ക് ചൊല്ലിയാൽ ഫായില് വേണം എന്നതാണ് വിഷയം. ഫായിലിനെ പറയാതെ ഒരു പദം പറഞ്ഞുകൊണ്ട് തൊലാക്ക് പോകും. ചെറുശ്ശേരി സ്ഥാനം മസല പ്രകാരം വിധിച്ചു. എന്നിട്ട് വെറുതെ അമുസ്ലിങ്ങളെ പോലും പരിഹാസ്യപാത്രമാക്കുന്ന, സമുദായത്തെ പരിഹാസ്യമാക്കുന്ന രീതിയിൽ വെറുതെ മലപ്പുറത്ത് വാദവിവാദം ഉണ്ടാക്കിയത് ഒരു പണ്ഡിത കോലാഹലം. എന്തിനാണ് അത് ഉണ്ടാക്കിയത്? ഞാൻ ഇപ്പോഴും ആ രംഗം ഓർക്കുന്നുണ്ട്. മാനക്കേടാണ്, മഹാമാനക്കേട്. മലപ്പുറത്ത് രണ്ടു കൂട്ടർ 40 ആൾ ഇപ്പുറത്ത് 40 ആൾ ഇപ്പുറത്ത് നിന്നിട്ട് വമ്പിച്ച ചർച്ച. മൗണ്ട് ടവറിലെ മുകളിലാണ് ചർച്ച. ഞാനൊക്കെ ആ ചർച്ചയിൽ സജീവമായി, നമ്മളൊക്കെ അവിടെ ശ്രോതാക്കളായിട്ടുണ്ട്. ഒരു ഭാഗത്ത് നാട്ടിക മുസമലവി, അതുപോലെ തന്നെ ബഹുമാനോട് എം ടി ഉസ്താദ്, മറുഭാഗത്ത് ഇവരെ കുറെ നേതാക്കൾ, പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മലപ്പുറത്തെ സി ഐ ഇതിനെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുക. അപ്പൊ ഇവിടെ ആകെ ചർച്ച ഫായില. പോലീസുകാരുടെ അല്ലെങ്കിൽ ചർച്ച ഒരു പെണ്ണിനെ തൊലാക്കിന്റെ വിഷയം. എന്ത് മുസ്ലിങ്ങളാ ഒരു പെണ്ണിനെ തൊലാക്കിന്റെ വിഷയത്തിൽ 40 ആളുകൂടി അപ്പുറപ്പുറം ചർച്ച ചെയ്യാൻ? എന്താ നിങ്ങളെ മതം എന്നൊക്കെ ചോദിക്കണ്ട. അതിനിടയ്ക്ക് ഫായിലാണ് ഇയാൾക്ക് മനസ്സിലായില്ല. അവസാനം ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ ഫായിൽ എന്ന് വെച്ചു. സി ഐ ഇന്നത്തെ ഇടങ്ങേറ് വേറെ വല്ലതും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മൾ 9 വയസ്സ് വേണ്ടത് 9 വയസ്സ് ഇയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞുതരാറുള്ളൂ. അയാളോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു ബസ്സിന് പോയാൽ ആ ബസ്സിന് ഡ്രൈവർ വേണമെന്നാണ് ഞങ്ങൾ പറയണത്. ഒരു പറയണത് വേണ്ടെന്നാണ്. ഡ്രൈവർ വേണമെന്നാണ് സി ഐ. ഇത് കൊണ്ടുപോയ ആള് വേണ്ടേ? ഫായിൽ വേണമെന്ന് ഉറപ്പായി. അപ്പൊ തന്നെ വിഷയം തീരും. അത്ര ഉള്ളപ്പോൾ സംഗതി. ഈ ഒരു വിഷയം വെറുതെ തലക്കിയിട്ട് കൗമിന്റെ മുഖമാകെ വികൃതാക്കി. ഈ തോതിൽ നമ്മുടെ സമുദായത്തെ എരപ്പാക്കാൻ ശ്രമിച്ചു. എന്തിനാ അതിന്റെ ആവശ്യം ഉണ്ടായത് നിങ്ങളെന്ന് പറ. മദ്രസക്ക് ചുമര് വെച്ചു. അതിന്റെ പുറമെയോ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നൊരു വിവാദം സൃഷ്ടിച്ചിട്ട് അതിന്റെ പേരിൽ മുസേഫ് ചുട്ടുകരിക്കണം എന്ന് വരെ പ്രസംഗിച്ചു. ഉസ്മാനി റസ്മല്ല, ഇപ്പോഴത്തെ തിരുവനങ്ങാടി മുസേഫ് ചകരം ചുട്ടുകരിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തന്നെ പ്രസംഗിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രശ്നങ്ങളൊന്നും സമത്തുണ്ടാക്കി. ഇങ്ങനത്തെ ഒരു തലവേദന സമത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കിയോ? ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സമത്തൊരു മഹലിലുണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. വെറുതെ വാശിക്ക് മദ്രസ ഉണ്ടാക്കും. നമ്മളൊരു 100 ഇസ്ലാം മദ്രസ ഉണ്ടാക്കിയ 200 ഇസ്ലാം മദ്രസ അപ്പുറത്ത് വേണ്ടാക്കും. പള്ളിന്റെ തൊട്ട് മുമ്പ് വേറെ പള്ളി ഉണ്ടാക്കിയ ഖുത്ബ ജുമ ഒരു മാനദണ്ഡമില്ല. ജുമ തുടങ്ങും. എത്രയോ പള്ളികൾ മുഖാമുഖം ജുമ, ഒരു മാനദണ്ഡവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മദീനത്തെ മസ്ജിദുൽ ഖുബാന്റെ അപ്പുറത്ത് ഒരു പുതിയ പള്ളി ഉണ്ടാക്കി നിസ്കാരം തുടങ്ങിയപ്പോ അള്ളാഹ് പറഞ്ഞു, ലാ തഖൂ ഫീഹി അബദ, അവിടെ നിസ്കരിക്കാൻ പാടില്ല. നബിത്തങ്ങളും സ്വഹാബത്തും പോയിട്ട് മസ്ജിദ് നിറാതെ ചുട്ടുകരിച്ചു. പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കിയപ്പോ ആവശ്യമുള്ളവർക്ക് പള്ളി ഉണ്ടാക്കിയപ്പോ കുഴപ്പമില്ല. പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കി സമൂഹത്തെ ദ്രോഹിച്ചു. എത്ര മദ്രസക്ക് ചുമര് വെച്ചു. അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പേരിൽ മുടി കൊണ്ടുവന്നു, പൊടി കൊണ്ടുവന്നു, ചട്ടി കൊണ്ടുവന്നു. ഇത് 3 വ്യാജമാണെന്ന് സമൂഹം വിധി എഴുതി. അവരാൾക്കാർ തന്നെ വിധി എഴുതി. അതിനെക്കുറിച്ചൊക്കെ എന്റെ മുഹമ്മദ് ഇവിടെ വന്നിട്ട് പറയും. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ലേ പറഞ്ഞു. ഇതൊക്കെ സമത്ത ഇങ്ങനെയുള്ള വല്ലതും ചെയ്യാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഒരു മുടിയും പൊടിയും കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കണം. നിങ്ങൾ ഞങ്ങളെ കണ്ടു പഠിക്കും. നമ്മുടെ നേതാക്കൾ എപ്പോഴും ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ മജ്‌ലിസ് നൂർ നമ്മുടെ തുടങ്ങി ആയിരക്കണക്കിന് ആൾക്കാരുള്ള മജ്‌ലിസ് നൂർ. ആ മജ്‌ലിസ് നൂറിൽ പങ്കെടുത്തിട്ട് എത്ര ആൾക്ക് രോഗശമനം ഉണ്ടായി? കാടാമുടയിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ആ സുഹൃത്തിന് 2 കണ്ണും കാണൂലായിരുന്നു. മധുരയിൽ പോയി ചികിത്സിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഞരമ്പ് വീക്കാണ്, ഒരു നിലക്കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഓപ്പറേഷൻ ചെയ്താൽ പോലും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടൂല എന്നാണ് വിധിച്ചു. നിരാശനായ മനുഷ്യൻ മജ്‌ലിസിനോട് ആത്മാർത്ഥതയോടെ പങ്കെടുത്തു. ബദരീങ്ങളെ നാമം പറയുന്ന മജ്‌ലിസിനോട്, തങ്ങളെ ഇജാസത്തുള്ള മജ്‌ലിസിനോട് അത്തിപ്പറ്റ ഉസ്താദിന്റെ ദ്വായിലും പങ്കെടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർമാർ എഴുതി തള്ളിയ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച കിട്ടി. ആ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച കിട്ടി. അയാൾ ഞങ്ങളൊക്കെ വന്ന് കണ്ടു. അയാൾ ഇന്ന് ഹയാത്തിലുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. കണ്ണിന് കാഴ്ച കിട്ടി.
ഇതെങ്ങാനും ഇവരുടെ പക്ഷത്താണെങ്കിൽ ആ മനുഷ്യനെ തൂക്കി പിടിച്ച് കൊണ്ടുവരുന്ന ദുന്യാവാകെ പിരിവോട് പിരിവല്ലായിരിക്കും. നിങ്ങൾ പറ, ഒരു സ്ഥലത്ത് ഞങ്ങളെ ഹാജരാക്കിയോ? ഇല്ല. എന്താ? ഞങ്ങൾക്കറിയാം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ, ബദരീങ്ങളെ ഹെക്കോടന് വിളിച്ചാൽ, ആത്മാർത്ഥതയോടെ ബദരീങ്ങളെ വിളിച്ചാൽ മോയിൻകുട്ടി വൈദ്യർക്ക് തിരിയല്ലോ. മോയിൻകുട്ടി വൈദ്യർ വെറും ഒരു കവിയല്ല. കിലിസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാതിന്റെ അടുത്ത് കോഴിക്കോട്ട് പോയിട്ട് പഠിച്ചിട്ടാ ബദർ വൈത്ത് എഴുതിയത്. ബദർപാട്ട്, ഉഹുദുപാട്ടിന്റെ ഈശ്വരനാണ് പറയുന്നത്. ബദരീങ്ങളെ കുറിച്ച് എഴുതിയപ്പോ അതിന്റെ ആമുഖത്തിന് മോയിൻകുട്ടി വൈദ്യർ എഴുതി, ഹാലിസായ കരുത്ത് കൊണ്ട് വിളിത്തു മൻബദരിങ്ങള, ഹാദിറുണ്ട് വിടത്തിലും തന്മുറാത് പോൽക്ഷണം ഹാസില. നല്ല കരുത്തോണ്ട് ബദരീങ്ങളെ എന്നാണ് വിളിച്ചാൽ ബദരീങ്ങൾ അവിടെ നിന്ന് ഹാദിറാവുന്ന മജിസുന്ന പ്രത്യേകത. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ, വിരുദ്ധമേത് പുഷുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടുന്ന് വിളിച്ചാലും ഉത്തരങ്ങൾ തേടി വരും. ഇത് അള്ളാന്റെ ദീന. പിന്നെ അയാളെ കൊണ്ടുവരുന്ന പിരിവ് നടത്തേണ്ട ഒരു കടുങ്ങളെ കയ്യിലാണെങ്കിൽ അയാൾക്ക് പിരിവോട് പിരിവിന്റെ ആയുധരിക്കുകയാണ്. നിങ്ങൾ പറ, ഞങ്ങൾ ആചാര്യ പഴുത്തില്ലല്ലോ. സത്യസന്ധത പണം ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ലത്. ഞാൻ ആക്ഷേപിക്കല്ല, ശരിക്കും സത്യമല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എവിടുന്നോ ഒരു പൊടി, ഒരു ചട്ടിയും ഡേവിഡ് സ്റ്റാറിന്റെ ചട്ടിയാ കൊണ്ടുവന്നത്. അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഉറപ്പായപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ തോതിൽ നമ്മുടെ സമൂഹത്തിൽ ഈ വ്യാജ പണിയൊക്കെടുത്തില്ലേ, മാനക്കടി സമൂഹത്തിൽ എത്രയുണ്ടായത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്, ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. മലപ്പുറത്തൊരു ജില്ലാ കലക്ടർ എന്നൊരു പെണ്ണ്, സുമന മേനോൻ എന്ന പേര്. ആ കലക്ടർ മലപ്പുറത്ത് ചാർജുള്ള സമയത്താണ് തിരുവല്ല 5-6 മദ്രസ എന്നായിട്ട് ബഹളമായി അടച്ചുപൂട്ടി, അടിയും പിടിയും കേസോട് കേസും. അവസാനം ഒരു മസ്ലഹത്ത് വേണമെന്ന് രണ്ടുകൂട്ടർ തീരുമാനിച്ച കലക്ടറേറ്റിൽ ചർച്ച. അവരെ ഭാഗത്ത് കുറച്ചാളുണ്ട്, നമ്മളെ ഭാഗത്ത് കുറച്ചാളുണ്ട്. കലക്ടർ അധ്യക്ഷതയില്ല, RDO ഉണ്ട്, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ചർച്ച കുറിച്ചു. ഞാൻ നമ്മളെ ഭാഗത്തിന് പ്രതിനിധി ചെയ്തു, അവരെ ഭാഗത്തും ചില പ്രതിനിധി ചെന്നു. ചർച്ചയിൽ കലക്ടർ ശരിക്കൊരു ഗൈഡിലേ വെച്ചു. കലക്ടർ ആദ്യം തന്നെ പറഞ്ഞെന്താ? കലക്ടർ ആദ്യമേ പറഞ്ഞു, ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ, അത് ചേളാരിയിലെ വിദ്യാഭ്യാസ ബോർഡുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ വിദ്യാഭ്യാസ ബോർഡുണ്ട്. ഏത് വിദ്യാഭ്യാസ ബോർഡിലാണോ മദ്രസ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം അവിടെ പഠിപ്പിക്കണം. അവിടെ പാഠപുസ്തകം വേറെ പഠിപ്പിക്കണം എന്ന് പറയരുത്. പക്ഷെ ആ മദ്രസക്കാരാരാണെങ്കിലും ശരി, ഏത് കുട്ടി അവിടെ വന്നാലും ആ കുട്ടിയൊക്കെ പഠിപ്പിക്കണം. ഏത് കുട്ടി വന്നാലും പഠിപ്പിക്കണം. മദ്രസ ഏത് ബോർഡിലാണോ രജിസ്റ്റേഡ്, ആ ബോർഡിന്റെ സിലബസ് ആണ് അവിടെ പഠിപ്പിക്കുക. അത് പൊതു തത്വമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കത് സ്വീകാര്യാണോ? നമ്മുടെ മദ്രസയിൽ നമ്മുടെ സിലബസ് പഠിപ്പിക്കുക, അവരെ മദ്രസയിൽ അവരെ സിലബസ് പഠിക്കുക. അവർ ഞങ്ങൾ കയ്യേറൂല. ഞങ്ങളെ മദ്രസയിലേക്ക് ഏത് കുട്ടി വന്നാലും ഞങ്ങൾ പഠിപ്പിക്കും. ഇവിടെ പഠിക്കണമെന്നൊരു കുട്ടിനോട് ഞങ്ങൾ പറയില്ലെന്നാണ്. അവരെഴുന്നേറ്റ് പറഞ്ഞു, പറ്റില്ല, ഞങ്ങളുടെ പൂർവികന്മാരും കൂടി ഉണ്ടാക്കിയതാണ് ഈ പഴയ മദ്രസകൾ. ആ മദ്രസയുടെ വഖഫ് സ്വത്ത് ഞങ്ങളെ വാപ്പപ്പാപ്പമാർ കൊടുത്തതാണ്. അതുകൊണ്ട് അതിന്റെ വീതം ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ഇത് അവര് വാദിച്ചപ്പോ കലക്ടർ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ RDOയിൽ ഒരു നായരുണ്ട്, ഉദ്യോഗസ്ഥൻ. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡാണ്, ദൈവത്തിന് അർപ്പിതമാണ്. വഖഫ് സ്വത്ത് വീതം വെക്കാൻ പറ്റൂല എന്ന് മസാല പഠിപ്പിച്ചു കൊടുക്കുന്ന നായരവർക്ക്. മൂപ്പരെല്ലാം പഠിച്ചിട്ടുണ്ട്. വഖഫ് സ്വത്ത് വീതം വെക്കാൻ പറ്റൂല എന്ന് മൂപ്പര് എഴുന്നേറ്റ് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞാൽ ശരി, അപ്പൊ ഇതിനോട് പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ പങ്ക് വേണം. തർക്കമായി, ബഹളായി. വഖഫ് സ്വത്ത് വീതം വെക്കാൻ പറ്റില്ല എന്ന് നിയമം ഉദ്ധരിച്ചുകൊണ്ട് RDOയും ഞങ്ങൾ അത് കൃത്യമായി എങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ വാപ്പപ്പാരൊക്കെ മരിച്ചുപോയില്ല, അവർ സമത്തൊക്കെ വഖഫ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല, അവർ മരിച്ചതിന് ശേഷം ഉണ്ടായ സംഘടനയാണ് നിങ്ങളത്. അതിനെങ്ങനെ വാപ്പാർ ഓരി നിങ്ങൾക്ക് തരാ? വഖഫില്ലല്ലോ. ഇത് പറഞ്ഞവർക്ക് ബഹളമായി. കലക്ടറേറ്റിന്റെ ഹാളിൽ വമ്പിച്ച ബഹളം. അവസാനം കലക്ടർ ഡെസ്കിലടിച്ചു ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞിട്ട് കലക്ടർ 2 വാക്ക് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. കലക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ കൂടിയ ആൾക്കാരൊക്കെ പണ്ഡിതന്മാരല്ലേ, തലപ്പാവ് വെച്ച മതം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, നിങ്ങൾക്ക് എന്തിനാ മദ്രസ? നിങ്ങൾ തന്നെ ഇങ്ങനെ കലപില കൂടുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നന്നാവും, നിങ്ങൾക്ക് എന്തിനാ മദ്രസ എന്ന് വെച്ചു. ഒരു പെണ്ണ്, ആ മുസ്ലിം, നമ്മളെ മുഖത്തേക്ക് ചോദിച്ചപ്പോ തല താഴ്ത്തിപ്പോയി, ഒരു അക്ഷരം ഉണ്ടാണ്ടായില്ല. ഈ മാനക്കേട് സമൂഹത്തിന് ആരാണ്ടാക്കിയത്? എന്തിനാ ഈ മാനക്കേട് ഉണ്ടാക്കാൻ പോയത്? ചേളാരി എന്ന് പഠിപ്പിക്കുന്ന സിലബസിന് സമൂഹത്തിൽ വല്ല ദോഷമുണ്ടോ? നമ്മുടെ വാപ്പമാരും ഉപ്പാപ്പമാരും പഠിച്ചത് ആ സിലബസാ. ആ സിലബസ് പഠിച്ച് ദീൻ പഠിച്ച് മദ്രസയിലും പള്ളിയിലും പഠിച്ച് ഉയർന്നു പോയ മഹാന്മാരല്ല ഇവിടെ ഉള്ളതൊക്കെ. അത് പോരാന്ന് പറഞ്ഞ പുതിയൊരു സിലബസ് ഉണ്ടാക്കി എന്തിനാ നമ്മുടെ മദ്രസയ്ക്ക് മേൽ ചുമര് വെക്കാമെന്ന്, വഖഫ് സ്വത്ത് കയ്യേറാമെന്ന് എന്തുകൊണ്ടാണ്? എത്ര സ്ഥലത്ത് പള്ളി അടച്ചിട്ടു, സമുദായത്തിന്റെ എത്ര പൈസ കോടതി കൊടുത്തു. സമത്തയിൽ മുമ്പ് അഭിപ്രായസ് ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സംസ്ഥാന കേരള ജമിയത്തുലമ സ്വതക്കത്ത് മുസ്ലിയാർ. ആരാ? സമത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. സമത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം പുതിയ സംഘടന ഉണ്ടാക്കിപ്പോയി. അദ്ദേഹം സമത്തിന്റെ പുസ്തകത്തിന്മേലോ സമത്തിന്റെ മദ്രസയിൽ അവകാശവാദം ഉന്നയിച്ചില്ലല്ലോ, സമത്ത എന്നുള്ള പേരൂട്ടില്ലല്ലോ. അദ്ദേഹം സമസ്ഥാനാന്ന് പേരിട്ടു, അദ്ദേഹം അതിന്റെ സംഘടനയായിട്ട് പോയി.
ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വേറെ സംഘടന ഉണ്ടാക്കി ഇത് സമത്വ എന്നുള്ള പേരിട്ട് നമ്മുടെ മഹല്ലത്ത് പിടിച്ചടക്കി കുഴപ്പമുണ്ടാക്കാനായിട്ട് നടക്കുന്നത് എന്തിനാ? എന്നിട്ട് ഓരോ കാലത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ച് രാഷ്ട്രീയ സ്വാധീനവും പണസ്വാധീനവും വെച്ചിട്ട് മദ്രസയും പള്ളിയും കലഹപ്രിയ കേന്ദ്രമാക്കുക. എന്ത് ദീനാ ഇത്? നമ്മുടെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ നിർത്തിയ സ്ഥലത്ത് നമ്മൾ നിൽക്കണം. ആത്മീയത നമ്മളെ കൂടെയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമൻ അവർല്ലാഹു മർക്കദ, ആ മഹാന്റെ ഹക്ക് കൊണ്ട് പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെ മരണാനന്തരവും ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ലക്ഷണം നിങ്ങൾ മനസ്സിലാക്കണം. സത്യം എവിടെയെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. സത്യം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്നവർ ശരിക്കും മനസ്സിലായിക്കോ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ ഈ സമൂഹത്തെ ഇപ്പോഴും സഹായിക്കുന്നതിനൊരു തെളിവ് ചപ്പാരപ്പടവിനടുത്ത് പെരുവണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചപ്പാരപ്പടവ് കണ്ണൂർ ജില്ലയിലാണ്, തളിപ്പറമ്പ് അപ്പുറത്ത്. നാളെ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, അന്വേഷിച്ചോ, ബോധ്യപ്പെട്ടിട്ട് വിശ്വസിച്ചാൽ മതി. ഈ പെരുവണ എന്നുള്ള സ്ഥലത്തൊരു മദ്രസ ഉണ്ടായിരുന്നു. ആ മദ്രസ ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ അല്ലെങ്കിൽ പാഠപുസ്തകം മാറ്റി പുതിയ വിദ്യാഭ്യാസ ബോർഡ് അത് പുസ്തകം കൊടുത്ത കുട്ടികൾ പുതിയ പുസ്തകം മാറിയിട്ടുണ്ട്. കുട്ടികൾ വീട്ടിൽ വരിക. അപ്പൊ നമ്മളെ കൗമക്കൊണന്നു. നമ്മളെ കൗമിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകുന്ന അറിയോ? ജനറൽ ബോഡി എന്ന് വിളിച്ചാലും കമ്മിറ്റി വിളിച്ചാലും നമ്മളെ ആൾക്കാർ പോലും അതൊക്കെ ബർക്കത്തുകൊണ്ട് നടന്നോളുന്നുള്ള നമുക്ക് വലിയ വിശ്വാസം പഠിച്ചോളൂ. ഒക്കെ അങ്ങനെ നടക്കുന്ന. നേരെ മറിച്ച് മറ്റേ ചില ആൾക്കാർ അങ്ങനെയല്ല. അവര് 10 ആള് ജനറൽ ബോഡി ഇല്ലെങ്കിൽ 11ാമത്തെ ആളെ ഹയാത്താക്കി കൊണ്ടുവരാൻ പറ്റുമെന്നാ നോക്കുക. നമ്മളും അവരും നമ്മുടെ വ്യത്യാസത്താണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇളകിയ പോലെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ നമ്മളെ ആൾക്കാർ ഈ പുസ്തകം മാറിയപ്പോൾ ഇളകി മദ്രസയിൽ ചെന്ന് ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ മുഅല്ലിങ്ങളാണ് ഇതിന്റെ ആൾക്കാർ. ഈ മുഅല്ലിങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഈ മദ്രസയിലെ പുസ്തകം മാറ്റിയെന്ന് മാത്രമല്ല, അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ മദ്രസ കള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പെരുവണ ചപ്പാരപ്പടവിലെ പെരുവണ മദ്രസ ഇർഫാനി അറബി കോളേജ് അപ്പുറത്തെ മഹലിൽ പോയി ചോദിച്ചിട്ട് പറ, കള്ള രജിസ്റ്റർ ചെയ്തപ്പോൾ അവരാകെ ബുദ്ധിമുട്ടി. കമ്മിറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ വേഗം തളിപ്പറമ്പിൽ ചെന്ന് അന്നത്തെ SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PPS മുല്ലക്കോയ തങ്ങളുടെ ഹയാത്തിലുണ്ടായിരുന്നു. മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. മുല്ലക്കോയ തങ്ങളെടുത്ത് ഇന്ന് പരാതി പറഞ്ഞു. മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് കേസ് കൊടുക്കാം. തളിപ്പറമ്പിലെ പ്രഗത്ഭനായ വക്കീൽ അഡ്വക്കേറ്റ് കൃഷ്ണൻ നായർ, ബഹുമാനപ്പെട്ട തങ്ങളെ സുഹൃത്ത, നേരെ കൃഷ്ണൻ നായർ വീട്ടിൽ കൊണ്ടുപോയി. അവരെ കൃഷ്ണൻ നായർ വീട്ടിൽ കൊണ്ടുപോയി കൃഷ്ണൻ നായരുമായി സംസാരിച്ച് കൃഷ്ണൻ നായർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. കാരണം അതവർ രജിസ്റ്റർ ചെയ്ത് അവരുടെ മദ്രസയാക്കി. ഇനിയിപ്പോ നിങ്ങളെ ഈ വിഭാഗീയത്തിന് ഞാൻ ഇടപെടുന്നില്ല. അത് നിങ്ങൾ വേറെ വല്ല വഴി നോക്കുന്നു. ഇത് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വല്ലാത്ത മനസ്സിൽ പ്രതികേടായി. കാരണം ഒരു പരിചയമുള്ള വക്കീല് ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതും ഇവരെ മുമ്പ് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. വലിയ വക്കീലുണ്ട്, നമുക്ക് അയാളെ കൊണ്ട് കേസ് നടത്തിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമൊക്കെ പറഞ്ഞിട്ട് വക്കീലിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് പ്രഗത്ഭനാണ്, അയാൾ നടത്തിയ കേസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയത്. അവരെ മുമ്പ് തന്നെ വക്കീൽ ഇത് കൈയൊഴിച്ചപ്പോൾ തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം. ആ വിഷമം പുറത്ത് കാണിച്ചില്ല. വേഗം അവരെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന്, നിങ്ങൾ നാളെ രാവിലെ വാ, നമുക്ക് പയ്യന്നൂർ പോയി വേറെ ഏതെങ്കിലും വക്കീലിനെ കാണാം എന്ന് പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിട്ടു. പക്ഷെ മനസ്സിലാ വിഷമം പോണില്ല. തങ്ങൾ പറയുന്നു, അന്ന് രാത്രി ശംസുലമയുടെ പേരിൽ കരഞ്ഞ് ഫാത്തിഹ ഓതി ദ്വാരന്ന് കടന്നു. ഈ മാനക്കെടുന്ന് രക്ഷപ്പെടണം. നേരം എടുത്തു. ഏതെങ്കിലും വക്കീലെടുത്ത് പോകാന്നാ തീരുമാനിച്ചത്. നേരം എടുത്ത് സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കുമ്പോൾ ഫോൺ അടിച്ചു. മുല്ലക്കോയ തങ്ങൾ ഫോൺ എടുത്തു. അപ്പോൾ വക്കീലാണ്. ഉടനെ വരണം തങ്ങളേനാ. വേഗം പോയി വക്കീലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വക്കീല് പൂമുഖത്ത് കാത്തു നിൽക്കുകയാണ്. ഇരിക്കും കൂടി നിൽക്കണേ. വക്കീൽ ചെന്നവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന കേസ് ഞാൻ ഏറ്റെടുക്കുകയാണെന്ന്. തങ്ങൾക്ക് വല്ലാത്തൊരു വിശ്വാസക്കുറവ്. കാരണം അവരൊക്കെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ പെട്ടെന്ന് ഏറ്റെടുക്കുക, എന്തതിന്റെ കാരണം വെച്ചു. അപ്പൊ വക്കീല് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇന്നലെ അത്ഭുതകരമായൊരു സംഭവം നടന്നു. ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്താണതെന്ന് ചോദിച്ചു തങ്ങൾ. കൃഷ്ണനായർ പറഞ്ഞു, ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ എന്റെ ബെഡ്റൂമിൽ ഒരാൾ വന്നു. എന്റെ ബെഡിലിരുന്നു സംസാരം തുടങ്ങിയപ്പോഴേക്ക് ഞാൻ ഞെട്ടി ഉണർന്നു. ആരോ വന്നു എന്ന് ഉറപ്പാ, പക്ഷെ സ്വപ്നമാണല്ലോ, എന്ത് ചെയ്യും? ലൈറ്റിട്ട് നോക്കി ആരുമില്ല. ഞാൻ വേഗം കിടന്നുറങ്ങി, തോന്നിയതാവാനോ. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ ബെഡിൽ ഒരാൾ വന്നിരുന്നു. ഞാൻ ഉറക്കത്തിലാണ്. സംസാരം ആരംഭിച്ചപ്പോഴേക്ക് ഉണർന്നു. ഈ തവണ ആള് വന്നു എന്ന് എനിക്ക് ഉറപ്പാ. 2 വട്ടം തെറ്റുപറ്റില്ലോ. ഞാൻ ലൈറ്റിട്ടു, പുറത്തിറങ്ങി ഗേറ്റ് വരെ പോയി, ഒക്കെ പരിധി ആരുമില്ല. അപ്പോഴേക്കും ഭാര്യ ഉണർന്നു. ഞാൻ സംഗതി വന്നു. ഭാര്യ എന്നെ കണക്കിന് കളിയാക്കി. അവനാന്റെ അടച്ചിട്ട ബെഡ്റൂമിൽ ആര് വരാനാണ്? അവസാനം ഞങ്ങൾ തമ്മിൽ തർക്കിച്ച് കുറെ സമയം പോയി, ഉറക്ക് കുറെ പോയി. പിന്നെ കിടന്നിറങ്ങിയപ്പോൾ നല്ല ഉറക്കം. ആ ഉറക്കത്തിൽ അദ്ദേഹം വീണ്ടും വന്നു. എനിക്ക് നിങ്ങളുടെ സംഘടനയെക്കുറിച്ചും ഈ കേസിനെക്കുറിച്ചും അതിന്റെ നിയമ നടപടികളെക്കുറിച്ചും ഒരു വക്കീലിന്റെ ചാരുതയോടെ മനോഹരമായി വിശദീകരിച്ചു. മലയാള ഭാഷയിലും ആവശ്യമുള്ളിടത്ത് ഇംഗ്ലീഷിന്റെ ഭാഷയും ഉപയോഗിച്ച് മനോഹരമായിട്ട് എനിക്ക് പഠിപ്പിച്ചു. എന്നോട് ആ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. ഞാനത് ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ മടക്കി വിട്ട് തെറ്റാന്ന് എനിക്ക് തോന്നിയാൽ പറഞ്ഞപ്പോൾ അത്രയും ഗാംഭീര്യമുള്ള മുഖത്ത് ഞാൻ കണ്ടു. ഞാൻ പേടിച്ചു പോയി. വക്കീൽ പറഞ്ഞു,
ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആരെയാ? അപ്പൊ വക്കീല് പറഞ്ഞു, അബദ്ധവശാൽ അയാളെ ഗാംഭീര്യമുള്ള മുഖം കണ്ടപ്പോഴും ആ സംസാരത്തിന്റെ വൈഭവം കണ്ടപ്പോഴും ഞാൻ ആരാന്ന് ചോദിക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് എനിക്കയാളെ പേര് പറയാൻ അറിയില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അദ്ദേഹത്തിന്റെ രൂപം എനിക്ക് ശരിക്കും വിശദീകരിച്ച് തരാൻ പറ്റും. അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു വട്ട തലപ്പാവ്, നടുക്ക് തൊപ്പി, നീണ്ട കുപ്പായം, നീണ്ട വെളുത്ത താടി, വളഞ്ഞ ഒരു വടി, പോരാ കറുത്ത രുദ്രാക്ഷമാല പോലത്തെ വലിയൊരു മാലയും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഏകദേശം രൂപം കിട്ടി. നമുക്കൊക്കെ മനസ്സിലായ ആളാരാണ്. മുല്ലക്കോയ തങ്ങൾ വേഗം പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം. അദ്ദേഹം നേരെ തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ പോയിട്ട് ഷെയ്ഖുനാന്റെ സ്മരണികണ്ട്, അത് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു. ഷെയ്ഖുനാന്റെ ഫോട്ടോ. വക്കീൽ എഴുന്നേറ്റു എന്നാ പറയുന്നത്. എഴുന്നേറ്റ് ഇയാൾ തന്നെയാണ് എന്റെ റൂമിൽ വന്നത്, ഇയാൾ തന്നെയാണ് എന്നോട് കേസ് ഏറ്റെടുക്കാൻ വന്നത്. വക്കീൽ കേസ് ഏറ്റെടുത്തു, വാദിച്ചു, ജയിച്ചു, മദ്രസ തിരിച്ചിട്ടു. ആ സംഭവം ശരിക്കും മുല്ലക്കോയ തങ്ങൾ നേരിട്ട് മലപ്പുറത്തേക്ക് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇത് സുന്നി അഫ്കാർ വീക്കിലിയിൽ കൊടുക്കണം, നമുക്ക് സുന്നി അഫ്കാറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സുന്നി അഫ്കാറിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതൊരു അമുസ്ലിം വക്കീലാണ്, പെട്ടെന്നൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കേസുമല്ല. അങ്ങനെ കൊടുത്താൽ വക്കീൽ വല്ല കേസും കൊടുത്താൽ നമ്മൾ കൊടുക്കും. ഉമർലി ശിഹാബ് തങ്ങൾ ആ പത്രത്തിന്റെ MD കോടതി കയറേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ആ വക്കീലിന്റെ ഒരു ഡിക്ലറേഷൻ വാങ്ങിയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അങ്ങനെ തീരുമാനിച്ച് ഞാൻ തളിപ്പറമ്പിലേക്ക് ചെന്നു. എന്റെ ബഹുമാന്യ സുഹൃത്ത് മുഹമ്മദ് രാമന്തരി നമ്മുടെ വേദിക്ക് വരുന്നത്, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നല്ലൊരു ജിഹാദിലാണ് പറയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ ഈ കറാമത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെയും പറയുന്നു, സ്വപ്നം കാണാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിലേക്ക് ഇത് കൂട്ടിച്ചേർക്കണ്ട. ഇത് സ്വപ്നം കാണാൻ കണ്ടതല്ല, കണ്ടപ്പോ കണ്ടതാ. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറയുന്ന വിഷയം. തങ്ങൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ നേരെ തളിപ്പറമ്പ് പോയി. തളിപ്പറമ്പിൽ ചെന്ന് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കൃഷ്ണനാരെന്ന് കണ്ടൊരു ഡിക്ലറേഷൻ വാങ്ങാൻ സുന്നിയഫ്കാറിന് കൊടുത്താൽ കുഴപ്പമാവും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പോകാം. തങ്ങൾ എന്നെയും കൂട്ടി അഡ്വക്കേറ്റ് കൃഷ്ണനാരെ വീട്ടിൽ ചെന്നു. ഞാൻ ഇപ്പോഴും ആ രംഗം ശരിക്കും ഓർക്കും. ഞാൻ ഈ പറയുന്ന വിഷയം ഞാൻ ആണയിട്ട് പറയുന്നു, പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതുപോലെ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അശേഷം അതിശയോക്തിയോ എന്റെ വകയോ ഒന്നും കൂട്ടാതെ ഞാൻ പറയാം. റബ്ബ് തആലയുടെ മുമ്പിൽ ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ്. വക്കീലിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി തങ്ങള് വീട്ടിൽ പോയി ബെല്ലടിച്ചപ്പോ വക്കീലിന്റെ ഭാര്യ വാതിൽ തുറന്നു. വക്കീൽ ഉറങ്ങാണ്. പിന്നെ വന്ന് അടക്കുന്ന അടക്കലിൽ തങ്ങളെ മുഖം കണ്ടു. തങ്ങളെ വക്കീലിന്റെ ഭാര്യക്കറിയാം, അവർ ഏതാണ്ട് അയൽവാസികളാണ്. വക്കീൽ പറഞ്ഞു, വക്കീലിന്റെ ഭാര്യ പറഞ്ഞു, തങ്ങളെ നിങ്ങളാണ് ഈ കയറിയിരിക്കും, എപ്പോ വിളിക്കാം. അങ്ങനെ ഭാര്യ പോയി വക്കീലിനെ വിളിച്ചതാവാം. വക്കീൽ എങ്ങനെ തിരുമ്മിയിട്ട് ഞാൻ രംഗം കണ്ടു. കുപ്പായം ധരിക്കാതെ ഒരു സ്വർണ്ണമാല ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കൈലുമുണ്ട് എടുത്തിട്ട് കണ്ണിങ്ങനെ തിരുമ്മിയിട്ടാണ് കറുത്ത ആചാരബാഹുവായ മനുഷ്യൻ വരുന്നത്. അയാൾ വന്നവിടെ സീറ്റിലിരുന്നു. എന്നിട്ട് തങ്ങളോട് എന്തേ തങ്ങളെ, ഇത് അയാൾ മലപ്പുറത്ത് വരികയാണ്. ഞങ്ങൾക്കൊരു വാരികണ്ട സുന്നിയഫ്കാറിന്റെ മാനേജറാണ്. ഇയാൾക്കത് പത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് വന്നതാണ്. ആ വക്കീല് തങ്ങളോട് ചോദിച്ചു, ഇയാൾ സുന്നിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സുന്നിയല്ല എന്ന വക്കീലിന്റെ അഭിപ്രായം. വക്കീല് സുന്നി നോക്കറിയെല്ലാം അറിയാം, അയാൾ കേസ് നടത്തുന്ന ആളല്ലേ. അപ്പൊ ഞാനിത് വിശ്വാസമില്ലായിട്ട് ചോദിക്കാൻ വന്ന മാതിരി അദ്ദേഹം കൂട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് വിശ്വാസമില്ലാത്തുള്ള, പക്ഷെ നിങ്ങളൊരു സമ്മതമില്ലാത്തത് പത്രത്തിൽ കൊടുത്താൽ പിന്നെ നിങ്ങൾ വല്ല ബുദ്ധിമുട്ടും പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങിപ്പോകും. വക്കീൽ പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോ, എനിക്ക് യാതൊരു പരാതിയില്ല, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്, അതിനൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്, അവിടെ ധൈര്യമായിട്ട് കൊടുത്തോന്നാണ്. സുന്നിയഫ്കാർ വാരികയിൽ ഞാനത് എഴുതി. നിരവധി വേദിയിൽ ഞാനത് പ്രസംഗിച്ചു, വെല്ലുവിളിച്ചു. തളിപ്പറമ്പിലേക്ക് വാ, വക്കീലിനോട് ചോദിക്കാം, വക്കീൽ എന്തുകൊണ്ട് ഈ കേസ് ആദ്യം തള്ളി, പിന്നെന്തുകൊണ്ട് ഏറ്റെടുത്തു. ശംസുലമയെ കണ്ടത് വക്കീൽ പറയും. ആരും വന്ന് ചോദിക്കാൻ വന്നില്ല, ആരും സുന്നിയഫ്കാറിനെതിരെ കേസ് കൊടുത്തില്ല, ഒരു പരാതി ഒരുത്തനും പ്രസംഗിച്ചില്ല. മാത്രമല്ല തളിപ്പറമ്പ് ചപ്പാരപ്പടവ് ഇർഫാനിയ അറബി കോളേജിലെ കുട്ടികൾ ഈ സംഭവം വക്കീലിന്റെ പേരും വെച്ചൊരു ദഫിന്റെ പാട്ടാക്കിയിട്ട് തളിപ്പറമ്പ് ടൗണിലൂടെ തലങ്ങും വരങ്ങും പാടി നടക്കുന്നത് ഞാൻ കേട്ടു, വക്കീലിന്റെ വീട്ടിന്റെ മുമ്പ് കൂടെ. വക്കീൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഒരു വക്കീലിന്റെ വീട്ടിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആത്മീയമായി ചെന്നുകൊണ്ട് നിങ്ങൾ ആ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് പ്രധാന കാരണം മുല്ലക്കോയ തങ്ങളുടെ മനസ്സിന്റെ വേദന മാറ്റാനാണ്. തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യന്റെ മനസ്സിന്റെ വേദന മാറ്റാൻ മുല്ലക്കോയ തങ്ങൾ കരഞ്ഞിട്ടാ ദ്വാരുന്നത്. അന്ന് രാത്രി മാനക്കേടിന് രക്ഷപ്പെടുത്തി തരണം, ശൈഖുനായ തവസ്സുൽ ചെയ്താ ദ്വാരുന്നത്. ആ ശൈഖുന ആ മക്കാമിൽ കിടന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം, അങ്ങനത്തെ മനുഷ്യനെ തള്ളിപ്പറയാൻ ആർക്കവിടെ ധൈര്യം ഉണ്ടായിരുന്നു? അത് ശരിയായോ? നിങ്ങൾ പറ. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ, ഒരു വിനയാന്വിതനായ പണ്ഡിതനാണ്. അദ്ദേഹം നല്ലത് മാത്രമേ പറയാറുള്ളൂ, നല്ലത് മാത്രമേ കൽപ്പിക്കാറുള്ളൂ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ മനുഷ്യൻ
സമത്വ കേരള ജമിയത്തിനുടെ തലപ്പത്ത് നിൽക്കുന്ന സമയത്ത് സമത്വയിലുണ്ടായ ഒരു ഭിന്നിപ്പാണ് അഖില കേരള ജമിയത്തുലമ. ശരിക്കും പഠിക്കണം നിങ്ങൾ. അഖില കേരള ജമിയത്തുലമ വന്നപ്പോൾ ഐദ്രോസ് ഉസ്താദിന്റെ ഒരു ഉസ്താദ് അഖിലേക്ക് പോയി. ഐദ്രോസ് ഉസ്താദിന്റെ ഒരു ഉസ്താദ് അഖിലേക്ക് പോയി. അഖിലേക്ക് പോയപ്പോൾ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഐദ്രോസ് ഉസ്താദ് ഇനി മുതൽ അഖിലയിൽ പ്രവർത്തിക്കണം. അപ്പൊ സമത്വയിൽ ഭിന്നിപ്പുണ്ടായ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള തെളിവാൻ ഞാൻ ഈ പറയുന്നത്. സമത്വയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭിന്നിപ്പുണ്ടായിട്ടില്ല, ഒരു പുറത്താക്കൽ ഉണ്ടായിട്ടുള്ളത് വേറെ കാര്യം. അന്നത്തെ ഒരു ഭിന്നിപ്പ് പോലെ, കാരണം വലിയ പണ്ഡിതന്മാരെ അപ്പുറത്തല്ല. കാസർഗോഡ് കാലം അവറാ മുസ്ലിയാർ, കുറ്റിപ്പുറ അബ്ദുള്ള മുസ്ലിയാർ, ഫതുഫരി പോലുള്ള വലിയ വലിയ മഹാന്മാർ, വിജിഗീഷുക്കളായ പണ്ഡിതന്മാർ. ഐദ്രോസിന്റെ മനസ്സിൽ ചത്തുപോയി. കാരണം എന്താ, ഇക്കാലം അത്രയും പ്രവർത്തിച്ച സമത്വനെ ഒഴിവാക്കി എങ്ങനെ അഖിലേക്ക് പോവുക? അഖിലയിൽ പ്രവർത്തിക്കാൻ ഉസ്താദ് പറഞ്ഞാൽ എങ്ങനെ കേൾക്കാതിരിക്കുക? എടങ്ങേറായിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോലും കഴിയാതെ ടെൻഷനായി കുറച്ച് ദിവസം നടന്നു എന്നാ പറയണം. അവസാനം തീരുമാനിച്ചു, ഒരു പരിഹാരം ചോദിക്കാൻ ചാപ്പനങ്ങാട് ഉസ്താദ് നല്ലത്, അദ്ദേഹത്തിന്റെ മുരീദ. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ അടുത്ത് ഷെയ്ഖിന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പൊ കേട്ടു ചാപ്പനങ്ങാട് ഉസ്താദ് ഹൽവത്തിലിരിക്കുക. കോട്ടക്കല പാലപ്പുറ പള്ളി അടച്ചിട്ട് ഹൽവത്തിലിരിക്കുക. ആരും കാണൂല, ആരോടും സംസാരിക്കൂല, കുടുങ്ങിയല്ലോ. പക്ഷെ ഐദ്രോസുലിൽ തീരുമാനിച്ചു, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോയിട്ട് പറഞ്ഞിട്ടും പോരും, ഉത്തരം കിട്ടിയാലും വേണ്ടില്ല, ഉത്തരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ഏർപ്പാടം നിർത്തുക. അഖിലേക്ക് ഏതായാലും പോകാൻ പറ്റൂല, സമത്വം വിട്ടിട്ട്. എന്നാ ഉസ്താദിനെ ധിക്കരിച്ച് സമത്വം പ്രവർത്തിക്കാനും പറ്റില്ല, രണ്ടും വേണ്ട. ദർശനം നടത്തിയൊരു മൂലൊക്കെ കൂടെ ഇത് ചാപ്പനങ്ങാടിനോടൊന്ന് പറയണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു രാത്രി കോട്ടക്കല പാലപ്പുറ പള്ളിക്ക് ആണ് നടന്നു, ഒരു നടത്താണ് ധൈര്യമായിട്ടാണ് നടന്നിരുന്നു. പക്ഷേ നടന്ന് കോട്ടക്കല പാലപ്പുറ പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ ഐദ്രസൂലിന് പറയാം, എന്നോട് നേരെ പറഞ്ഞു, ഐദ്രസൂലിന് പറയാം, വിളിച്ചിട്ട് കാത്തു നിൽക്കുന്നത് പോലെ ചാപ്പനങ്ങാട് ഉസ്താദ് വാതുക്കൽ ഇങ്ങനെ നിൽക്കുന്നു. റൂമടച്ച് മുകളിലിരിക്കുന്ന ആള് വാതുക്കൽ ഇങ്ങനെ നിൽക്കുന്നു. ചെന്നപ്പോ സലാം പറഞ്ഞു, അസ്സലാം അലൈക്കും. ചാപ്പനങ്ങാട് ഉസ്താദ് തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സമസ്തയാണ്. ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, സലാം പറഞ്ഞിട്ട് ഇത് സമസ്തയാണ്. മഹാന്മാരുണ്ടാക്കിയ ഈ സംഘടനയിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. ഐദ്രോസിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഐദ്രോസ് മുസ്ലിയാർ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇത് സമസ്തയാണ്, മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളുന്നു. അഖില പോയില്ലേ, ഐദ്രോസിൽ ഉറച്ചുന്നില്ലേ? ആ നാവ് കൊണ്ട് പറഞ്ഞ ഉറച്ചു നിൽക്കണം സമത്തിൽ എന്ന് പറഞ്ഞ അത് കേട്ട് അനുസരിച്ച് ഐദ്രോസ് മുസ്ലിയാർ ഏത് സമത്തിൽ നിന്നിട്ടാ മരിച്ചുപോയത്? അവിടെ നിൽക്കണം. ഇത് പറഞ്ഞതാരാ? ചാപ്പനങ്ങാടി. ആരാ ചാപ്പനങ്ങാടി? ചാപ്പനങ്ങാടി ഉസ്താദിന്റെ നാവിന്റെ വില മനസ്സിലാക്കണം. ഞാൻ ഈടെയും ചാവക്കാടെന്ന് അന്വേഷിച്ചു. അവിടെ ഒരു കുടുംബമുണ്ട്, ഉസ്താദിന്റെ മുരീദന്മാരാ, മുഴുവൻ ഉസ്താദിന്റെ മുരീദന്മാരാ. ആ കുടുംബത്തിൽ ഒരു കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ വന്നിട്ടേ ചെമ്പ് പൊട്ടിച്ച് ചോറ് വിളമ്പാവൂന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പോന്നു. അത് പറഞ്ഞു പോന്നു. പിന്നെ കല്യാണത്തിന്റെ ദിവസമായി, ആൾക്കാരൊക്കെ കല്യാണത്തിന് വന്നു, പുതിയാപ്പണിയും വന്നു, ചോറ് വിളമ്പാൻ കാത്തിട്ട് ഉസ്താദ് എത്തിയിട്ടില്ല. ഗൃഹനാഥൻ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുകൊണ്ട് തുറക്കാൻ പറ്റില്ല ഉസ്താദ് വരാതെ. കുറെ സമയം അന്നൊക്കെ പുതിയാപ്പള വന്നിട്ടേ ചോറ് കിട്ടുള്ളൂ, അപ്പൊ തന്നെ നീളം കൂടും. ഇന്നിപ്പോ അങ്ങനല്ല, ഇന്നിപ്പോ ഒരു കല്യാണത്തിന് എന്നാ പുതിയാപ്പള വരട്ടെ വരട്ടാതിരിക്കട്ടെ, പുതിയാപ്പള എന്തെങ്കിലും ചെയ്യാൻ ചോറ് കിട്ടും, അൽഹംദുലില്ലാ, കല്യാണം വിജയിച്ചു, നമ്മുടെ കാര്യം നടക്കും. നേരെ മറിച്ച് അന്ന് അങ്ങനെയാ, ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുക. ഏറെ വൈകി ഉസ്താദ് എത്തി. ഉസ്താദ് എത്തിയപ്പോ ഉസ്താദ് ആദ്യം ചോദിച്ചു, ചോറ് എവിടെയെന്ന് ചോദിച്ചു. ചോറ് പൊട്ടിച്ചില്ല, ചെമ്പ എവിടെയാണ്? വീട്ടിന്റെ ബാക്കിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ അത് ചോറ് വെച്ചിട്ടുള്ളത്. പോയി ഉസ്താദ് മൂടി തുറക്കാൻ പറഞ്ഞു, ചെമ്പ് പൊട്ടിച്ച് തുറന്നിട്ട് പറഞ്ഞു, ചെമ്പൊന്ന് ചെരിച്ചിട്ട് ചോറൊന്ന് കൊട്ടാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആൾക്കാർ ചോറ് നാൻ കാത്തിട്ടുള്ള സമയത്ത് ചോറ് കൊട്ടാനാ പറയുന്നത്. പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? കൊട്ടി. ചോറ് കുറച്ചിന് കൊട്ടി നോക്കുമ്പോൾ ഉസ്താദ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചു. എന്താ സംഭവം അറിയങ്ങള്? ആ മരത്തിന്റെ മുകളിലേക്ക് ഇത് ചൂടാക്കുന്ന സമയത്ത് ആവി പൊങ്ങിയിട്ട് ഒരു വലിയ പാമ്പ് വീണിട്ട് അതിനിങ്ങനെ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും കണ്ടു. അള്ളാഹുവിന്റെ ഖലാ ഖദർ ലൗഹിൽ നോക്കി കാണാൻ പറ്റിയ ആൾക്കാരാണ് മഹാന്മാർ. ഈ കല്യാണം നിശ്ചയിക്കുന്ന തന്നെ പടച്ച റബ്ബിന്റെ ലൗഹിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് ദുആ കൊണ്ട് തിരുത്തുന്നതാണെങ്കിൽ അവർ തിരുത്തും, തിരുത്താൻ പറ്റാത്തതാണെങ്കിൽ ആളെ രക്ഷിക്കാൻ ഇങ്ങനത്തെ പരിപാടി അവരെ പടച്ചോ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ജനങ്ങളെ രക്ഷിക്കാൻ പടച്ച റബ്ബ് ഏൽപ്പിച്ചാണ്. ആ ജാതി നാവ് കൊണ്ടാണ് ബഹുമാനം. ഞാനീ പറയുന്ന കെട്ടുകഥയൊന്നുമല്ലേ. വളവന്നൂർ ബാഫക്ക് യത്തീംഖാനയിലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ച സ്മരണികന്റെ ആ സ്മരണികയിൽ ഈ സംഭവം അപ്പടി എഴുതിയിട്ടുണ്ട്. തെളിവില്ലാത്തൊരു കാര്യം ഞാനൊരു വേദിയിലും പറയാറില്ല. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ഉസ്താദിന്റെ ആ നാവുകൊണ്ടാ പറഞ്ഞത് ഐദ്രോസുലിനോട്, നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കണം. അതൊരു വാക്കാ. അവിടെ ഉറച്ചു നിന്നു ഐദ്രോസ് മുസ്ലിയാർ. പഠിക്കണം നിങ്ങൾ. ഈ ഐദ്രോസ് മുസ്ലിയാർ ഒരു അന്തസ്സോ പ്രൗഢിയോ കാണിച്ച ആളല്ല. നിങ്ങൾക്കറിയോ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തൊരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ദിവസം ഐദ്രോസ് മുസ്ലിയാർ രാത്രി 9 മണിക്ക് വന്നു. അപ്പൊ ഡ്യൂട്ടിയിലുള്ള ഇമാം അവിടെ ഇല്ല. ഒരു പാവം കുട്ടിയാണ് അവിടെ ചാർജ്. ഈ കുട്ടി ഈ ചാർജ് വഹിക്കുന്ന സമയത്ത്, ഇതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ്, ഈ കുട്ടി ചാർജ് വഹിക്കുന്ന സമയത്ത് ഉസ്താദ് വന്നു. ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കുക.
ഉസ്താദിന്റെ നിസ്കാരം തീർന്നെങ്കിൽ പോകാന്ന് വിചാരിച്ച കുട്ടിയും അവസാനം ഉസ്താദിന്റെ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് അവിടെ കിടക്കാനുള്ള പരിപാടിയാണെന്ന് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു, ഈ കുട്ടിക്ക് ഉസ്താദ് ആരാന്നറിയില്ല, ഇതാരാന്നറിയില്ല. കുട്ടി പറഞ്ഞു, പള്ളി കിടക്കാൻ പറ്റൂല. ഉസ്താദ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പായ എടുത്തിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഈ പായ എടുത്ത് പുറത്ത് കിടന്നോളാം. കുട്ടി പറഞ്ഞു, പള്ളിയിൽ നിന്ന് പായ എടുക്കാനും പറ്റൂല എന്ന്. അപ്പോഴും പറഞ്ഞില്ല ഉസ്താദ് ഞാൻ ആരാണ്. അദ്ദേഹം പുറത്തിറങ്ങി കുട്ടി വാതിലടച്ച് പോയി അവിടെ പോയി. ഈ ഉസ്താദ് ഹൗദിന്റെ കരയിൽ തന്റെ ലോലമായ മുണ്ട് വിരിച്ചിട്ട് ഓയിൽ വിരിച്ചിട്ട് നനഞ്ഞ ഹൗദിന്റെ കരയിൽ ബാഗ് വെച്ചിട്ട് ആ ബാഗിൽ നിന്ന് സ്വലാത്തിന്റെ ഇട് പുറത്ത് വെച്ചിട്ട് തലക്ക് വെച്ച് കിടന്നുറങ്ങി. സുബഹിക്ക് മുമ്പ് കുട്ടി പള്ളി തുറക്കാൻ വരുമ്പോ ഇതേ കുട്ടി വരുമ്പോ ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കണം ആ നനഞ്ഞ പ്രതലത്തിൽ. പള്ളി തുറന്നപ്പോ ഉസ്താദ് ഉള്ളിൽ കയറി നിസ്കരിച്ചു. സുബൈക്ക് നാട്ടുകാരായ പ്രമുഖർ വന്നു. കൈ പിടിക്കലും മുത്തലും സലാം പറയലും ദ്വാരക്കാൻ വേണ്ടി കുട്ടി വിറച്ചുപോയി. പറച്ചോനേതാരം, അത് സാധാരണ മുസാഫർ അല്ലല്ലോ, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. രഹസ്യമായി കുട്ടിയുടെ കാരണവരോട് അന്വേഷിച്ചു. അത് സമത്തിന്റെ ആര്യമായ സ്നേഹിച്ച റസൂലുള്ളാഹിയാണ്. ഈ കുട്ടി ചെന്ന് ഉസ്താദിന്റെ കാൽക്കിൽ എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അറിയാതെ പറ്റിപ്പോയതാ കേട്ടോ, ഉസ്താദാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഉസ്താദ് പറഞ്ഞതുമില്ലല്ലോ. ആ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് ഉസ്താദ് പറഞ്ഞ, മോനെ നിന്നെ തന്നെയാണ് പള്ളി ഏൽപ്പിക്കേണ്ടത്, ആരെങ്കിലും വന്നാൽ പള്ളി കിടത്തരുത്, ആരെങ്കിലും ചോദിച്ചാൽ പായ കൊടുക്കും ചെയ്യരുത്, നീ നിന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നു, നിനക്കല്ല ഹൈർ നൽകട്ടെ. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞാൽ ആ കുട്ടി പായ വിരിച്ചു കൊടുക്കുമല്ലോ. ആ നാട്ടിലെ കാരണവന്മാരോട് വിവരമറിച്ച വീട്ടിൽ കൊണ്ടുപോയി AC റൂമിൽ കിടത്തുമല്ലോ. ആഗ്രഹിച്ചില്ല. അതാണ് ഐദുൽ റസൂലിന് മരിച്ച സമയത്ത് ഒരു കവി മനോഹരമായിട്ട് എഴുതി, ദുന്യാവുന്നൊരു കിഫായത്തിന്റെ കതിർ കൊണ്ട് തൃപ്തിപ്പെട്ടു, ഉള്ളത് മതി. ഒരന്തസ്സോ പ്രൗഢിയോ ഒന്നും ആഗ്രഹിച്ചില്ല. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മസീലി വഇർഖായി ഫിൽ ഉമ്മത്തി. അദീമുൽ മസീൽ, തുല്യതല്ലാത്ത മനുഷ്യനെ, തുല്യതല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടൂല. ഒരു മനുഷ്യന്റെ ആക്ഷേപം അദീമുൽ മസീലി വഇർഖായി ഫിൽ ഉമ്മ, ഒരു പേടിയില്ല, ഒരു ആക്ഷേപം പേടിയില്ല, ഒരു സാധാരണ വസ്ത്രം ധരിച്ചു നടക്കുന്ന ഒരു സാധു മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യന്മാരാ കൂട്ടരെ നമ്മളെ നയിച്ചത്. അവരാണ് നമ്മൾ മുമ്പിലുന്നത്. കാറിന്റെ വലിപ്പോ സഞ്ചരിച്ച രാജ്യത്തിന്റെ പ്രൗഢിയോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ ആരാന്ന് അവർ ജനങ്ങളോട് പറയാറില്ല. അതാണ് ശരിക്കും നമ്മൾ, അവരാണ് സമത്വക്കാർ. അവിടെ നിൽക്കാൻ പടച്ചിറപ്പ് നമുക്ക് ഭാഗ്യം നൽകിയില്ലേ, അത് മതി. അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിലും ഒന്നിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്ക് പഠിച്ചിട്ടില്ല. നമ്മുടെ തറക്കൊരു കുഴപ്പമില്ല. അതാണ് വരക്കല മക്കാമിന് ഷെയ്ഖുനെ കിടക്കുമ്പോൾ ആ മക്കാമൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. വരക്കല തങ്ങളാണ് സമസ്ത ഉണ്ടാക്കിയത്, അവിടെ തന്നെ ഷെയ്ഖുന ശംസുലമുള്ളത്, അത് മതി. വേറൊന്നും കൂടെ നോക്കണ്ട. നമ്മുടെ മഹാന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ.